അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് പാലിയേറ്റീവ് കെയർ എന്താണെന്നൊന്ന് പറഞ്ഞു തുടങ്ങുകയും അതിൽ നിങ്ങൾക്ക് എന്താണ് റോൾ എന്ന് പറയുകയുമാണ് എൻ്റെ ഉദ്ദേശം. ഞാനേ ഒരു എനിക്കൊരു സെക്കൻഡ്. ഞാനൊരു സ്ത്രീയുടെയും മകൻ്റെയും കഥ പറയുക. തുടക്കം ഒരു കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം 2019 ജാനുവരി 15 കേരള സ്റ്റേറ്റ്. Wait a minute. Are you sure that everybody here speaks Malayalam and understands Malayalam? Amrita, I just noticed your name, Amrita Gill. You speak Malayalam? You can follow me when I speak in Malayalam. Amrita Gill. I am just specifically asking because your name sounds Punjabi. ബാബു, എല്ലാവർക്കും മലയാളം അറിയാമെന്ന് ഉറപ്പാണോ? നമ്മുടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം എല്ലാവരും മലയാളം അറിയാവുന്നവരാണെന്നുള്ളതാണ് ഇൻഫർമേഷൻ. സർ, അമൃത ഗിൽ അല്ല സർ, അമൃത ജിജി ആണ് സർ. അയ്യോ, സോറി. അയ്യോ അമൃത, മൈ അപ്പോളജീസ്. വെറുതെ രാവിലെ വന്നിരുന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നല്ലേ. അപ്പോഴേ ഞാനൊരു ഷെയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കഥ പറയാം. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ജാനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തിന് നമ്മുടെ വിമൻസ് കോളേജ്, ഗവൺമെൻറ് വിമൻസ് കോളേജില്ലേ തിരുവനന്തപുരത്ത്, അവിടെ വെച്ച് കേരള സർക്കാരിൻ്റെ ഒരു പാലിയേറ്റീവ് കെയർ ദിനാഘോഷ പരിപാടി നടത്തി. അത് കഴിഞ്ഞ് അബു ഇത് 37ാമത്തെ പ്രാവശ്യവും ബാബു 438ാമത്തെ പ്രാവശ്യമാണ് ഈ കഥ കേൾക്കുന്നത് കേട്ടോ. സോറി. ഈ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഒരു കുട്ടി ഇങ്ങനെ വന്ന് പിടിച്ചു. ഈ ആഷിലെ എപ്പോഴും ഇവിടെ കിടക്കുകയാണോ അത് വീട്ടിൽ പോയത് അറിഞ്ഞൂടാ. 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നറിയാം. വീട്ടിൽ പോകാൻ തിരക്ക് പിടിക്കായിരുന്നു എന്നറിയാം. ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ബാബു നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ആളിനെ. 2 ദിവസം മുമ്പേ പോയി എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. 2 ദിവസം മുമ്പേ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട് സർ. അപ്പൊ ഒരു അന്ന് 13 വയസ്സുള്ള ഒരു കുട്ടി വന്ന് എന്നെ പിടിച്ചിട്ട് ഇത് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സദസ്സിലൊരു 3-4 വരി പുറകിൽ ഒരു കസേരയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഞാൻ അവരുടെ അടുത്തോട്ട് പോയി. അടുത്ത് ചെന്നപ്പോൾ അവർ മനസ്സിലായി അവര് മകനെ വിട്ടത് അവർക്ക് എണീറ്റ് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇവർക്ക് ഒരു കാല് മുട്ടിന് താഴോട്ട് കംപ്ലീറ്റ് പൊതിഞ്ഞു കെട്ടി ഒരു പ്ലാസ്റ്ററിൻ്റെ കാസ്റ്റ് വിട്ടിട്ടുണ്ട് അധികം അനങ്ങാതിരിക്കാൻ. നടക്കാൻ കഴിയില്ല അവർക്ക്. അങ്ങനെ ഒരു സ്ത്രീയാണ്. മാത്രമല്ല ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് അവർ ബ്ലൈൻഡുമാണ്, കാഴ്ച ശക്തിയില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മുഴുവൻ മനസ്സിലായ കഥ, ഇവർക്ക് ജുവനൈൽ ഡയബറ്റിസ് ആണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒരു തരം പ്രമേഹം കുട്ടിക്കാലത്തെ തുടങ്ങും. ഇവർക്ക് 4 വയസ്സിൽ തിരിച്ചറിഞ്ഞു ഡയബറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഡയബറ്റിസ് എത്ര കാലം നീണ്ടു നിൽക്കുന്നോ, പ്രത്യേകിച്ചും ഷുഗർ കൺട്രോൾ ഇല്ലാതെ നീണ്ടു നിൽക്കുന്നു, അത്രയും കാലം അത്രയും ശരീരത്തിലെ ഓരോ അവയവത്തിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഇരിക്കുന്നവരിൽ ഒരു 4-1 പേരുടെ വീടുകളിലും പ്രമേഹമുള്ള ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് പോകുന്നവരായിരിക്കും. ദിവസവും 320 അമൃത എന്നെ ചിരിക്കുന്നുണ്ട്. ഇത് ഒരു പേഴ്സണൽ അനുഭവമുള്ള സാധ്യത നല്ലോണം ഉണ്ട്. ഈ
സാരമില്ല മോളെ, അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകുന്നവരുടെ കൺട്രോൾ ചെയ്യാതെ പോയാൽ രക്തക്കൊഴലുകളെല്ലാം സാവകാശം ചുരുക്കിക്കൊണ്ടിരിക്കും. കുറേ വർഷങ്ങൾ കൊണ്ട് അവയവങ്ങൾ, അതായത് ചിലർക്ക് ഹാർട്ടിനായിരിക്കും ആദ്യം അനുഭവപ്പെടുക, ചിലർക്ക് കയ്യിനോ കാലിനോ ആയിരിക്കും, ചിലർക്ക് തലച്ചോറിനായിരിക്കും. ഓരോ അവയവത്തിനും ഗ്രാജുവലി രക്തഓട്ടം കുറഞ്ഞിട്ടുള്ള കുഴപ്പമില്ല. ഒരുപാട് പേർക്ക് വൃക്കരോഗം വന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു സാധാരണ ആളുകൾ അറിഞ്ഞുകൂടാത്ത ഒരു ലോങ് ടേം എഫക്റ്റാണ്. ഈ സ്ത്രീക്ക് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇവർക്ക് വന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാലിൽ ഇൻഫെക്ഷൻ വന്നു. അത് വളരെ കോമൺ ആണ്. പ്രമേഹമുള്ളവർക്ക് ഇൻഫെക്ഷൻ വന്നാൽ പഴുപ്പ് പെട്ടെന്ന് കയറും, ചികിത്സിച്ച് മാറ്റാനും വിഷമം. രണ്ടാമത് അവർക്കൊരു വിഷമം വന്നത് അവർ ബ്ലൈൻഡായി. ബ്ലൈൻഡ് ആയപ്പോഴത്തേക്കും 4 വർഷം മുമ്പായിരുന്നു അത് ഞാൻ കാണുന്നത്. ഇത് വന്നു കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ ഹസ്ബൻഡ് ഇവരുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോയി. ഇവരും മകനും ഒറ്റയ്ക്കായി. കുറേ കാലത്തേക്ക് അച്ഛൻ മാസം തോറും 600 രൂപ മോന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് അതും നിന്നു. സ്വന്തമായിട്ട് വീടില്ല. അമ്മയുടെ പുരയിടത്തിൻ്റെ ഒരു കോർണറിൽ ഒരു കോഴിക്കോട് പോലുള്ള നിലത്ത് ഒന്നും പൂശിച്ചിട്ടില്ലാത്ത വെറും മൺതറയുള്ള ഒരു വീട്ടിലാണ് അവർ കഴിഞ്ഞിരുന്നത്. വരുമാന മാർഗമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് കൊടുത്തുകൊണ്ടിരുന്ന 600 രൂപയും കൂടെ നിന്നപ്പോൾ പട്ടിണിയായി. ഒരു ശനിയാഴ്ച ഭക്ഷണമില്ലായിരുന്നു രാവിലത്തെ ശേഷം. ഞായറാഴ്ച ഈ 13-കാരൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഇനിയൊരു ചോദ്യം ചോദിക്കുക. ഇതില് ഈ മനുഷ്യർ കുറെ പേര്, ഇത് ഒരു വളരെ വളരെ ഒറ്റപ്പെട്ട അവസ്ഥയൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് രോഗം വന്നു കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകൾ, കുട്ടിക്ക് ഒരു ജന്മനുള്ള വൈകല്യമുള്ളത് കൊണ്ട് അമ്മയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കുന്ന പിതാക്കൾ, മാതാപിതാക്കളെ വയസ്സാകുമ്പോൾ ഉപേക്ഷിക്കുന്ന മക്കൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്. ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരാൾ മാത്രം ആയി കഴിയുന്ന വൃദ്ധർ, അതായത് ഹോം നഴ്സിനെ വെച്ച് കഴിയുന്നവരുടെ കാര്യമൊന്നുമല്ല, തികച്ചും തനിച്ച് താമസിക്കുന്ന വയോജനങ്ങൾ, നമ്മുടെ നാട്ടിൽ 60 വയസ്സിന് ശേഷമുള്ളവരെ പറയുന്നത്. ഒറ്റയ്ക്ക് കഴിയുന്നവർ നമ്മുടെ നാട്ടിൽ എത്ര കാണും? ആയിരങ്ങളായിരിക്കോ, 10,000-ങ്ങളായിരിക്കോ, ലക്ഷങ്ങളായിരിക്കോ? ഒരു ഗസ് ഒന്ന് ചാറ്റിൽ അടിക്കുമോ? തൗസൻഡ്സ്, ടെൻസ് ഓഫ് തൗസൻഡ്സ്, ഓർ ഈവൻ മോർ. 1000, അസിയ പറയുന്നു 1000. അമൃതയും റബിയയും ഒക്കെ ടെൻസ് ഓഫ് തൗസൻഡ്സ് പറയുമ്പോൾ ദിൽജിത്തും ഒക്കെ ലക്ഷക്കണക്കിലേക്ക് പോയി. ശരി, കണക്ക് നിർത്തിക്കോ. അത് 1.7 lakhs, 1,70,000 വയോധികർ നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് മാത്രം സിംഗിൾ മെമ്പർ ഹൗസ് ഹോൾഡിൽ കഴിയുന്നുണ്ട്. ഇവർക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് കഴിയുന്നതെന്ന് ആലോചിച്ചു. ശരി, ബാക്ക് ടു ദിസ് വുമൺ ആൻഡ് ദ ബോയ്. 12 നമ്മുടെ ഈ സമൂഹത്തിനുള്ളിൽ, നമ്മുടെ സിറ്റിക്കകത്ത്, അതായത് ആരും അറിയാതെ എത്തിപ്പെടാനൊക്കാത്ത ഒരു ഒറ്റപ്പെട്ടു പോയ കുടുംബമൊന്നുമല്ല.
നമ്മുടെ സിറ്റിക്കകത്ത് ഒരു കുട്ടി വിശപ്പ് സഹിക്കാൻ വയ്യാതെ അമ്മയോട് അമ്മ നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ അമ്മ എന്നിട്ടും അപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഡയബറ്റീസ് ഉള്ള അമ്മ കൂടുതൽ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ എവിടെയോ ഒരു തെറ്റുണ്ടല്ലേ? അത് ശരിയല്ല. ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? നമ്മുടെ ഒരു നാട്ടിലെ ഒരു കാലത്തുണ്ടായിരുന്നു, അതായത് കൊളോണിയൽ റൂളിനൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടേ വീടിന്റെ നടയടയ്ക്കുള്ളായിരുന്നു ഒരു കാലത്ത്. എന്തൊരു അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. അതായത് എൻ്റെ ചുറ്റുമുള്ള ആരെങ്കിലും ഭക്ഷണമില്ലാതെ കിടക്കുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനൊക്കെ ഇല്ല, ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടേ നടയടയ്ക്കുള്ളൂ എന്ന് സമൂഹം പ്രഖ്യാപിക്കുന്ന ഒരു ആചാരമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അന്നും അസമത്വങ്ങളും സാമൂഹ്യ അനീതികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇതിലാർക്ക ചുമതല? ഗംഗ, രൺധീർ, നിങ്ങൾക്ക് ചുമതലയുണ്ടോ? നമ്മുടെ ചുമതലയാണ്. രൺധീറും ഗംഗയുമാണോ ചുമതലയുണ്ടെന്ന് പറഞ്ഞത്? അതെ, ഓരോരുത്തർക്കും. ആർദ്രയും പറഞ്ഞു വെച്ചു. അതായത് ഇത് രൺധീറിന്റെയും ആർദ്രയുടെയും പുറത്ത് ഇവിടെ വാ, രൺധീറെ നീയല്ലേ ഇവരെ പട്ടിണിക്കിട്ടതെന്ന് ആരും ഒന്നും ചോദിക്കില്ല. ഇല്ലല്ലോ. ആർദ്രയെ ആരും ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യില്ലല്ലോ. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകാം. സുഖമായിട്ടൊന്നുമല്ല, നമുക്ക് ആഗ്രഹം അനുസരിച്ചൊന്നും കഴിയാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ ജീവിച്ചു പോകും. ഈ ബാബുവും അബുവും ഒക്കെ പറയുന്നത് അവര് അങ്ങനെ കിടന്നാൽ അത് നമുക്കൊരു കടമയുണ്ട്. രൺധീറിനും കടമയുണ്ട്, ഗംഗയ്ക്കും കടമയുണ്ട്, ആർദ്രയ്ക്കും കടമയുണ്ട്. ഒരു സമൂഹത്തിൽ ഉള്ളവർക്ക് ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടിൽ ഒരു കൈ സഹായം ചെയ്യാൻ കഴിവുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നത്. നമ്മളുടെ ഒരു കാലം മേരി കൊളോണിയൽ ഭരണത്തിലെ ദാരിദ്ര്യം വന്ന് അതോടൊപ്പം നമ്മുടെ സംസ്കാരം എവിടെയോ മാറി വേറൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ കുടിയേറി, നഗരവൽക്കരണമൊക്കെ വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ സംഭവിച്ചു പോയ കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ആദിത്യ, യാതൊരു പണിയില്ലേ? എത്ര ചാനലിൽ സീരിയലുണ്ട്, ചുമ്മാ സിനിമ കാണാം. ഇവിടെ രാവിലെ വന്ന് ഇത് കേൾക്കാനിരിക്കുന്നു. എന്തുകൊണ്ട് വന്നു? നമുക്കൊരു സമൂഹ പ്രതിബദ്ധതയുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൈ താങ്ങ് കൊടുക്കാൻ എനിക്ക് ചുമതലയുണ്ട് എന്ന് തോന്നിയിട്ടാണ് അനൂഷും അമൃതയും ആദിത്യയും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനൊരു കാര്യത്തിന്. അതുകൊണ്ടാണ് ബാബുവും അബുവും ഒക്കെ ഈ കാര്യത്തിന് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പൊ ഞാൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് പോയാൽ, ഞാൻ ഇതുവരെ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞത് നിങ്ങൾ കാണാത്ത അത്രയും ആഴത്തിൽ എണ്ണത്തിൽ ഉള്ള കൊടുംദുരിതം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കിയാൽ നമ്മൾ സമ്പന്നരാണ്. അറിയാലോ, വെസ്റ്റ് ബംഗാളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും മണിപ്പൂരിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെയാണ് വരുന്നത് ഒരു ജോലിക്ക് വേണ്ടി. നമ്മൾ സമ്പന്നരാണ് കമ്പാരിറ്റീവ്ലി. അത്രയും വച്ച് ഈ അമ്മയും മകനും പട്ടിണി കിടന്നവർ, ഇതുപോലെ ഈ 1,70,70,000 വൃദ്ധർ ഒറ്റയ്ക്ക് കഴിയുന്നവർ
രോഗമോ ഒക്കെ വന്നു കഴിയുമ്പോൾ എവരും പട്ടിണി കിടക്കുകയും ചികിത്സയില്ലാതെയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ബാക്കി സമൂഹം മുഴുവൻ ചുമതല എടുത്താലേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറയാതെ ഇതിനെന്തെങ്കിലും ഞങ്ങളും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് അനൂഷും അമൃതയും ബാക്കിയുള്ളവരും മുമ്പോട്ട് വരുമ്പോൾ ഗ്രാജുവലി നിങ്ങൾ കത്തിക്കുന്ന ഒരു മെഴുകുതിരിയിൽ നിന്ന് വേറൊരാളും കൂടെ കത്തിച്ച് അതിൽ നിന്ന് വേറൊരാളും കൂടെ കത്തിച്ച് ഒരല്പം ഈ അന്ധകാരത്തിന് വെളിച്ചമുണ്ടാകും. ഒരു സംശയമില്ല. അത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ. 25 വർഷത്തെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ഇന്ന് എത്രയോ 10,000 സന്നദ്ധ പ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. അക്കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ കൂടുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇനി നമുക്ക് സംസാരിക്കേണ്ടത്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് 5 മിനിറ്റ് നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് കേട്ടിട്ട് ഞാൻ മുമ്പോട്ട് പോകും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ ക്വസ്റ്റ്യൻ ചാറ്റിലിടുകയോ ആവാം. ആരെങ്കിലും ഒരാൾ ബാബു ചാറ്റ് ഒന്ന് മോണിറ്റർ ചെയ്തോണേ, ഞാൻ വല്ല മഹമ്മൂദ് പറയുന്നു മനസ്സിന്റെ വലിപ്പം പോലെ ഇരിക്കുന്നു. ശരി, അതിൻ്റെ ഒരു വലിപ്പച്ചെറുപ്പം നമ്മൾ കയറി ജഡ്ജ്മെന്റിലായില്ലെങ്കിൽ അത് തന്നെ മഹമ്മൂദ് പറഞ്ഞതാ. ഈ ചുമതല നമുക്ക് രൺധീറും ആർദ്രയും ധൈര്യത്തോടെ പറഞ്ഞു എനിക്കൊരു ചുമതലയുണ്ടെന്ന്. നിങ്ങളത് ഏറ്റെടുത്താലേ നിങ്ങളുടെ ചുമതലയാണ്. എനിക്കിതിലൊരു കാര്യമില്ലാന്ന് തിരിഞ്ഞു നടന്നു പോയാൽ നമുക്കൊന്നും ഒരു ചുമതലയില്ല, ആരും അടിച്ചേൽപ്പിക്കില്ല. പക്ഷേ നമുക്ക് നമ്മോട് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ചില മറുപടികൾ പറയേണ്ടി വരും. അതിന് ഉള്ള ധൈര്യം ഉണ്ടാകും എന്ന് മാത്രം. ഇനി അതർ ക്വസ്റ്റ്യൻ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ, ഞാൻ തന്നെ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരുന്ന എന്തൊരു ബോറാവും. ദൈവമേ, ഇനി 1 മണിക്കൂറും കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. ഭയങ്കര കൊലപാതകമായിരുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മളും കൂടെ നമ്മളെ സൊസൈറ്റിയുടെ പാർട്ട് ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭാഗത്തുനിന്നും ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളിപ്പോ 20 വയസ്സായി 21 വയസ്സായി, വയസ്സിന്റെ കണക്കല്ല അത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ശരിക്കും നടക്കുന്നത്. ഇപ്പോ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇല്ല എങ്കിൽ പോലും അടുത്തൊരു വീട്ടിൽ അതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് ചിലപ്പോൾ നല്ലൊരു മാറ്റത്തിന് കാരണമാവുന്നത്. അമൃത, 2 പ്രശ്നമുണ്ട്. ഒന്ന്, അമൃതയുടെ മനസ്സുകൊണ്ട് മഹമ്മൂദ പറഞ്ഞ മനസ്സിന്റെ വലിപ്പം ഒന്ന് ആയിക്കോട്ടെ, വല്ലതും ചെയ്യണമെന്ന് തോന്നിയ ശരി, നാണക്കേടല്ലേ, ഞാൻ എങ്ങനെ പോയി ചെയ്യും എന്ന് ഒരു തോന്നൽ വരും. ആളുകൾ എന്തോ വിചാരിക്കും, ആളുകൾ എന്തെങ്കിലും നന്മ ചെയ്താൽ അതൊരു ഇവക്ക് വട്ടാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി ചുറ്റുമുണ്ടാവും, ഉണ്ടായേക്കും. അതിനെയൊക്കെ ഓവർകം ചെയ്ത് എല്ലാത്തിനും ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റിയെന്നും വരില്ല അമൃത, ചിലപ്പോൾ പറ്റില്ല. അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുടുംബമായിട്ട് പോകുമ്പോൾ ഒരാള് അയ്യോ വിശക്കുന്നു വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അടുത്ത റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഭക്ഷണപ്പൊതി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് വെച്ചാൽ, ഓ അവളൊരു മദർ തെരേസ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ കളിയാക്കിയെന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓക്കെ എന്ന് മാത്രമല്ല, നാളത്തെ ഐസ്ക്രീമിന്റെ പൈസ ആയിരിക്കും അത്. ചിലപ്പോൾ നമ്മുടെ പോക്കറ്റ് മണിയിൽ നിന്ന് ഒരു ഡെന്റ് അവിടെ വീഴുന്നു. പക്ഷേ സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോൾ അമൃതയ്ക്ക് കുറച്ചും കൂടെ ബഹുമാനത്തോടെ നോക്കാനൊക്കും അത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ സമൂഹം ചിലപ്പോൾ കളിയാക്കുക പോലും ചെയ്യും. അതൊരു പ്രശ്നം. 2, എല്ലാം നമുക്ക് ചെയ്യാനൊക്കൂ. ഓ അപ്പൊ ശരി, അല്ല അമൃത മദർ തെരേസ, അപ്പോ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പട്ടിണിക്കാർക്കും പോയി ഭക്ഷണം കൊടുക്കുമോ? അമൃതയ്ക്ക് പറ്റിയെന്ന് വരില്ല, പറ്റുന്നത് ചെയ്യുക. അശ്വതി ജ്വാല എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് ചെയ്യുന്നവര്, തെരുവിൽ കഴിയുന്നവർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കുന്നവര്. നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ ചെയ്യുക. പക്ഷെ അമൃത അങ്ങനെ ചെയ്താൽ ആർക്കൊക്കെയാണ് ഇമ്പാക്റ്റ് വരുന്നത്? ചിലരെങ്കിലും ചുറ്റും നോക്കി അയ്യോ
ഇങ്ങനെയും ചെയ്യാൻ മനുഷ്യർക്ക് മനസ്സുണ്ടല്ലോ എന്ന് പറയുന്നവരായിരിക്കും നാളെയും കൂടെ ഒന്ന് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഈ ചെയ്യുന്നതിൽ ഒരു സ്വാർത്ഥതയുടെ കുറവുണ്ട്. സ്വാർത്ഥത കുറയും തോറും മനുഷ്യബന്ധങ്ങൾ കൂടും, മെച്ചപ്പെടും. ഇത് നിങ്ങളുടെ വീട്ടിലെ ഹ്യൂമൻ റിലേഷൻഷിപ്സിലും ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും വർക്ക് പ്ലേസിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും ആ നിസ്വാർത്ഥത. അഫ്സാന ചോദിക്കുന്നു, ശരി അഫ്സാന ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അഫ്സാനയ്ക്കും പറ്റില്ല, അമൃതയ്ക്കും പറ്റില്ല, പോയിരുന്ന് പടിയടി. അവൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയ? 84. അതിന് മുമ്പത്തെ പരീക്ഷയ്ക്ക് 92 കിട്ടിയതല്ലേ നിനക്ക്? 8 മാർക്ക് പോയില്ലേ? പോയിരുന്ന് പഠിക്കും എന്ന് പറയും. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും അവസാനം. എല്ലാവരും ചേഞ്ച് ചെയ്തിട്ടേ നമ്മൾ ചേഞ്ച് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ചുണ്ണാമ്പ് നടക്കില്ല. നമ്മുടെ പരിമിതികൾ കൊണ്ട് നിന്ന് അവസാനം ഇത് ചെയ്യാൻ പോകുമ്പോൾ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന പലതും ചെയ്യാൻ ഒക്കില്ല അവസാനം. പക്ഷെ ചിലത് ചെയ്യാം, സൗകര്യം കിട്ടുമ്പോൾ ഒക്കുന്നത് ചെയ്യാം. പിന്നെ നമുക്കൊരു ജീവിതം ഇനി ഒരുപാട് ജീവിക്കാനല്ലേ. സ്വന്തം കുട്ടികളെ വളർത്തുമ്പോൾ അപ്പോഴോർക്കാം അവരെ മനുഷ്യരായിട്ട് വളർത്താനും, അവര് ചുറ്റുമുള്ള ദുരിതം ഒന്ന് കണ്ട അയ്യോ പാവം എൻ്റെ മോൻ്റെ മനസ്സ് വേദനിക്കില്ലേ എന്നുള്ള സ്വാർത്ഥ വിചാരത്തിന് പകരം മകൻ ഇതും കൂടെ കണ്ടു വളർന്നാലേ അവൻ്റെ മാനസിക വളർച്ച നാളെ ശരിയാവൂ. അവൻ മറ്റുള്ളവരോട് കമ്പാഷൻ പഠിച്ചാലേ അവന് അവൻ്റെ കുടുംബത്തിനോടും കമ്പാഷൻ കാണിക്കാനൊക്കെ ബന്ധങ്ങളും നന്നാവും എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊക്കുന്നത് ചെയ്യാം. അവസാനം ചോദിച്ച ഈ പ്രശ്നം ഈ അബുവിനും ഈ ബാബുവിനും ഈ എനിക്കും ഈ രാജലക്ഷ്മിക്കും ഒക്കെ ഉണ്ടാവും. ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറച്ചുണ്ടാവും. ആ പരിമിതികൾ ഉള്ളിൽ നിന്ന് ചെയ്യാനൊക്കുന്നത് ഞാൻ ചെയ്തു, അത്രേ എനിക്ക് പറ്റുള്ളൂ എന്ന് അഫ്സാന അങ്ങ് സ്വയം പറഞ്ഞോളൂ. അഫ്സാനയ്ക്ക് സ്വയം പറയാൻ ശക്തി കിട്ടണം. അത് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്, സാരമില്ല, എനിക്ക് കഴിവുണ്ടാവുമ്പോൾ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ച് സമാധാനിക്കും. അഫ്സാനയ്ക്ക് സാധിച്ചില്ലെങ്കിൽ അവസാനം രാത്രി കിടന്ന ഉറക്കം വരില്ല. മഞ്ജിമ പറഞ്ഞ കണ്ടോ ബാബു, എനിക്കിപ്പോൾ ഈ പവർ പോയിന്റ് മുഴുവൻ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഈ ഡിസ്കഷനാണ് ഇമ്പോർട്ടൻറ്റ്. മഞ്ജിമ ഈ പറഞ്ഞത് ശബ്ദത്തിൽ പറയുന്നോ ഇപ്പോൾ, അതോ നെറ്റ്വർക്ക് മോശമാണോ? മഞ്ജിമ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? നിർബന്ധമില്ല, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചോളാം. സാർ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഞാൻ NSS-ലുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്, ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിലും ഞാൻ NSS-ൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിന് ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ തന്നെ എല്ലാവരും ഈ നേരത്തെ പറഞ്ഞ പോലെ മദർ തെരേസയാണോ എന്നുള്ള കമന്റൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, നല്ലതൊരു കാര്യം ചെയ്യും, ഇപ്പൊ ജസ്റ്റ് ഞാൻ റോഡിൽ കൂടെ പോകുന്നെങ്കിൽ കൂടെ ഒരു വേസ്റ്റ് കടന്ന ഞാനതെടുത്ത് ഞാനൊരു വേസ്റ്റ് പിന്നിലിട്ടാൽ കൂടി അവിടെ എനിക്കൊരു നെഗറ്റീവ് പറയും, ഓ നീ വലിയ NSS-ലെ വോളണ്ടിയർ ആണ്. ഒരു നെഗറ്റീവ് വൈബോട് കൂടിയാണ് പറയണത്. എന്ത് ചെയ്താലും ഒരു നെഗറ്റീവ് വൈബോട് കൂടിയേ കാണുന്നുള്ളൂ. അങ്ങനെയാണ് സൊസൈറ്റി കാണുന്നത്. നോർമലി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നെഗറ്റീവ് വൈബ് അവിടെ ഉണ്ടാവും. മഞ്ജിമ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നതെന്ന്? മേ ബി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറെ ആൾ ചെയ്യുമ്പോൾ ജലസം ഉണ്ടാവാം. അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്തായാലും ചെയ്യും സാർ. ഒരു വോളണ്ടിയർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഐ ഡോണ്ട് കെയർ, മറ്റുള്ളവരെ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ സാർ. മഞ്ജിമ പ്രശ്നവും ഉത്തരവും പറഞ്ഞു. വെരി ഗുഡ്. അതായത് മഞ്ജിമ, ജലസി ആവാം, കുറ്റബോധമാവാം, എവിടെയോ ഉള്ളിലെവിടെയോ മനസാക്ഷി കുത്തും.
എവിടെയോ ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാനുള്ള ആത്മാർത്ഥതയോ ധൈര്യമോ എനിക്കില്ല. അപ്പോൾ കളിയാക്കും. ഈ മനുഷ്യവർഗത്തിന് ഒരു നന്മ കാണാനുള്ള കഴിവിൻ്റെ ഇരട്ടിയാണെന്ന് പറയും. ഒരു നരവംശ ശാസ്ത്രജ്ഞർ പറയുന്നത് നമുക്ക് നെഗറ്റീവ്സ് കാണാൻ ട്വൈസ് ആസ് മച്ച് കഴിവുണ്ട്. ഇത് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവമാണെങ്കിൽ ദൈവം മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചത്, ഇല്ലെന്നെങ്കിൽ എവല്യൂഷൻ്റെ പാർട്ടായിട്ട് വന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ തിന്മ കണ്ടാൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. ഒരു ആന കുത്താൻ വരുന്നത് നമ്മൾ കണ്ടാൽ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടണം, ഉടനെ റിയാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്നാൽ അപകടമാണ്. അപ്പോൾ മനുഷ്യനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ് തിന്മ കാണാൻ കൂടുതൽ കഴിവുള്ളത്. ഇപ്പോൾ ദിവസവും സമയത്തിന് പോകുന്നു, ഗംഗ ദിവസവും സമയത്തിന് ക്ലാസ്സിൽ പോകും. അങ്ങനെയിരുന്നു. ഒരു ദിവസം വൈകിപ്പോയി, അന്ന് പിടിച്ച് കുറേ വഴക്ക്. സാറ് ഈ ഇത്രയും നാൾ പതിവായിട്ട് സമയത്തിന് വന്നപ്പോൾ ഗംഗ മിടുക്കി, ദിവസവും ടൈമിന് വന്നല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ, ഒരു കുഴപ്പം മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ മഞ്ജിമ പറഞ്ഞതാരായിരുന്നു? മഞ്ജിമ തന്നെയല്ലേ? മഞ്ജിമ അത് മനുഷ്യ സ്വഭാവമാണ്. മഞ്ജിമ അതിന് സൊല്യൂഷനും പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഇത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചിരിക്കുന്നവരോട്, കളിയാക്കി ചിരിക്കുന്നവരോട് വഴക്കിന് പോയിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ നമ്മളും കൂടെ ടെൻഷൻ അടിക്കുന്നതേ ഉള്ളൂ. അത് കേട്ട് ചിരിക്കാൻ പഠിക്കണം, ചിരിച്ചുകൊണ്ട് അതങ്ങ് ചെയ്യാനും പഠിക്കണം. ഇതിന് മനസ്സില്ലാത്തവരെ എല്ലാം മാനസാന്തരപ്പെടുത്തിയിട്ടേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കളിയാക്കി ചിരിക്കുന്നവരെ അവിടെ ചെളിയാക്കി ചിരിച്ചോട്ടെ. ചിരിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കാത്ത ഒരാൾ ഇങ്ങനെ ഒരല്പം മനസ്സിൽ സഹാനുഭൂതിയോടെ നോക്കുന്ന ഒരാളുണ്ടായിരിക്കും. ആ ആളിനെയും കൂടെ കൂട്ടണം അടുത്ത പ്രാവശ്യം. നമ്മളെ മനസ്സിൽ അതെ. അഞ്ജനയുടേത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അത് അഞ്ജന പറയൂ. മനസ്സിൽ സാർ പറയാം സാർ. പറയൂ അഞ്ജന. അല്ല സാർ, നമ്മളിപ്പോ ഒരാളെ നമ്മൾ കെയർ ചെയ്യാൻ പോകുമ്പോൾ, ഒരു വയസ്സായ ഒരാളെ കെയർ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ സാഹചര്യവും നമ്മുടെ താല്പര്യവും പോലെ ഇരിക്കും നമ്മൾ അവരെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളെ മാനസികാവസ്ഥ മോശമായാണെങ്കിൽ നമുക്ക് അവർക്ക് നമ്മുടെ പൂർണ്ണതയോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കും. അപ്പോൾ നമ്മൾ സ്വന്തമായി ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് തയ്യാറാക്കി വെക്കണം. നമുക്ക് താല്പര്യത്തോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. താല്പര്യമില്ലാതെ നമ്മളൊരു സ്ഥലത്ത് പോയി അവരെ കെയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരിപ്പോ വയസ്സായവരായിരിക്കും, നമ്മളെ കൂടെ യോജിക്കില്ലായിരിക്കും, നമുക്ക് കുറച്ചും കൂടെ ദേഷ്യം വരുമായിരിക്കും. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥയെ നമ്മുടെ താല്പര്യം പോലെ ഇരിക്കും നമ്മളുടെ പ്രവൃത്തി അവരോട്. അതാണ് സാർ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ബാബു, യെസ് സർ. ബാബു, നമ്മളെ മുമ്പ് ഒരു വോളണ്ടിയേഴ്സിന് ക്ലാസ് എടുത്തപ്പോൾ ഒരു കോർ വാല്യൂസ് പ്രൊജക്ട് ചെയ്തില്ലേ? അതെ സർ, അതെ. ആ പവർ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ. യെസ്. കണ്ടുപിടിച്ചൊന്ന് ഷെയർ ചെയ്യും. അതായത് ഈ അഞ്ജന അല്ല അത് പറഞ്ഞതല്ലേ? അഞ്ജന തന്നെ. അഞ്ജന ഇത് ഞാനത് അഞ്ജന എഴുതിയത് താല്പര്യവും സാഹചര്യവും താല്പര്യവും പോലെ ഇരിക്കും. ഇവിടെ ഒരു ചെറിയ കുഴപ്പം. പറഞ്ഞത് ശരിയാണ് അഞ്ജന. ഈ ഞാനേ ജോലിക്ക് വരുന്ന ദിവസം, ഇപ്പോൾ ഹെൽത്ത് കെയറിലാണല്ലോ ഞങ്ങൾ കുറേ പേര്. ജോലിക്ക് വരുന്ന ദിവസം രാവിലെ ദോശയ്ക്ക് ഉപ്പ് കൂടിപ്പോയി. അപ്പോഴേ ഞാൻ മൂഡ് ഔട്ട്. അയ്യോ ഭയങ്കര ഉപ്പ് എന്ന് പറഞ്ഞു. ഞാനും ഭാര്യയും കൂടെ പൊരിഞ്ഞ തല്ലായി. ഈ ദോശയുടെ ഉപ്പിൻ്റെ പ്രശ്നവും പറഞ്ഞ് തല്ലുകൂടി, പഴയ ചരിത്രങ്ങളും പറഞ്ഞ്, പണ്ടുള്ള വഴക്കുകളും പറഞ്ഞ്, ഇത്രയും പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കും രോഗികളെ കാണുന്നത്? ആരാ ചിരിച്ചത്? അമൃത ചിരിക്കുന്നു.
നല്ല കഥ, ഇന്ന് നല്ല കോളായി എന്നാണ് പറയുന്നത്. സാർ. ഇവിടെ ഇവിടെ ഇതൊരു ഇഷ്യൂ ഉണ്ട്. കാരണം നിങ്ങൾ NSS വോളണ്ടിയർ ആയിട്ട് പോയാലും, ഞാൻ ഡോക്ടറായിട്ട് പോയാലും, ബാബു സോഷ്യൽ വർക്കറായിട്ട് പോയാലും ഒക്കെ നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പക്ഷേ ഈ ഒരു പണിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കും. നിങ്ങൾ വട്ടിയൂർക്കാവിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു അമ്മച്ചിയുടെ അടുത്ത്, അമ്മച്ചി ഞാൻ വ്യാഴാഴ്ച വരാം എന്ന് പറഞ്ഞിട്ടാണ് പോരുന്നതെങ്കിൽ, ഈ അമ്മച്ചി വ്യാഴാഴ്ച വരാൻ എത്രയാണ് കാത്തിരിക്കുന്നതെന്ന് ഓർത്തോളൂ. അതായത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് മക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് വിചാരിക്കുന്നിടത്ത് ഇവിടെ ഇല്ല, എല്ലാവരും ഉപേക്ഷിച്ചില്ല, ദൈവമാണ് അഞ്ജനക്കുട്ടിയെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത് എന്ന് വിചാരിച്ച് വ്യാഴാഴ്ച വരെ കാത്തിരിക്കുന്ന അഞ്ജനെ അന്ന് അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി മൂഡ് ഓഫ്, ഇന്ന് ഞാൻ പോവില്ല എന്ന് അഞ്ജന വിചാരിച്ചാൽ ആ മനുഷ്യ ജീവിതത്തിന് എന്തായിരിക്കും സംഭവിക്കുക? എന്തൊരു ഹൃദയഭേദമായിട്ടുള്ള അനുഭവമായിരിക്കും. ഓ, ആ കുട്ടിയെ എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് ഞാൻ വെറുതെ വിചാരിച്ചതാ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞതുപോലെ മുഴുവനായിട്ട് എൻ്റെ മനസ്സിനെ വേർതിരിച്ച് നിർത്താൻ എനിക്ക് കഴിയില്ല, ഞാനും മനുഷ്യനാണ്. പക്ഷേ ഞാൻ ശ്രമിക്കും. എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് അവിടെ കിടക്കുന്ന ദേവകി അമ്മയുടെയോ ഔസേപ്പിയേട്ടൻ്റെയോ ജീവിതത്തിൽ ഒരു കൈനിഴലാക്കാൻ സമ്മതിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ മാനസികാവസ്ഥയെ ഞാൻ ഏറ്റെടുത്ത ആ കാര്യം, അതിപ്പോൾ 1 മാസത്തിൽ 1 മണിക്കൂറേ ഉള്ളായിരിക്കും. ആ സമയത്ത് ഞാൻ ആകുന്നതും ഈ ഒരു മനുഷ്യൻ്റെ അവകാശം ഞാനെന്ന പൗരൻ കൊടുക്കുകയാണ്. അതിൽ കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. അയ്യോ, വെരി ഗുഡ്, എനിക്ക് ഭയങ്കര സന്തോഷം ബാബു. ഒരുപാട് പേര് പറയുന്നു, അഞ്ജന പറഞ്ഞു, നവീൻ അങ്ങനെ ഉള്ളവരെ ഒഴിവാക്കണം, മറ്റേ നെഗറ്റീവായിട്ടുള്ളവരെ. വെയിറ്റ് എ മിനിറ്റ്, നവീനിനോടൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ പിന്നീട് നമ്മളെ ഒരുപാട് സഹായിച്ച അനുഭവമുണ്ട്, എനിക്കുണ്ട്. ഞാൻ പറയുന്നത് നവീൻ, നമ്മൾ പോയി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോണം എന്ന് ഞാൻ പറയുന്നത്, നമ്മൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയാൽ അവരെ കൂടുതൽ ശത്രുക്കളാക്കാൻ ചെയ്യുക. നമ്മൾ ചിരിച്ചുകൊണ്ട് അവിടുന്ന് മാറാമെങ്കിൽ 1 മാസം കഴിഞ്ഞ് എല്ലാവരും ഒരു നബീല് തന്നെ ആയിരുന്നു, അതിന് പകരം ഇപ്പോൾ 17 പേര് കൂടെ ഉണ്ടെന്നാകുമ്പോൾ മറ്റവർ വന്ന്, എടാ നീ പോയിട്ട് എന്താടാ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഞാൻ ഒന്ന് വരട്ടെ കാണാൻ എന്ന് ചോദിച്ചെന്നിരിക്കും. നമ്മൾ ഫൈറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് കൂടുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ടിന് കൂടെ കൂട്ടുക, എതിർക്കുന്നവരെ അവരുമായിട്ട് ഫൈറ്റിന് പോകാതിരുന്നാൽ നമുക്ക് സ്ട്രെങ്ത് കൂടും എന്നാണ് നബീലിനോട് എനിക്ക് മറുപടി പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, അഞ്ജന മാസത്തിൽ 1 മണിക്കൂറായിരിക്കും ഇതിന് മാറ്റിവെക്കുന്നത്. പക്ഷെ ആ 1 മണിക്കൂർ നമ്മൾ ശുശ്രൂഷിക്കുന്ന ആളാരാണോ അയാളും അയാളുടെ കുടുംബാംഗങ്ങളും ആണ് ആ സമയത്തേക്ക് പ്രധാനം. എൻ്റെയിലുള്ള ഡിഗ്രിയോ എൻ്റെ കസേരയുടെ വലിപ്പമോ ഒക്കെ അവിടെ അപ്രധാനമാകും. ആ സമയം അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യർ. വേറെ എല്ലാം, NSSനോടുള്ള പ്രതിബദ്ധതയും കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും എല്ലാം അവർക്ക് കൊടുക്കുന്ന ആ സമയത്തേക്ക് സെക്കൻഡറി ആവും. ഇത് നമ്മളുടെ ഒരു പ്രധാന കോർ വാല്യൂ ആണ്. നമ്മുടെ ആദ്യത്തെ അടിസ്ഥാന മൂല്യം എന്ന് വച്ചേക്കുന്നത് ഇതാണ്. ബാബു ബാക്കി കോർ വാല്യൂസ് കൊടുത്ത് കാണിച്ചാലോ?
അപ്പോൾ അവിടെ പോയി അഞ്ജന ചെയ്തു കൊടുക്കുന്ന ആ പണി അവരുടെ അവകാശമായിട്ട് കണക്കാക്കി നമ്മൾ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു ദിവ്യനായിട്ടല്ല പോകുന്നത്. കാരണം കുറെ കഴിയുമ്പോൾ നമുക്കൊന്ന് തോന്നും, ഇവരൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇതെല്ലാം ചെയ്യുന്നല്ലോ എന്നൊരു അഹന്തയും നമ്മുടെ പുറത്ത് കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു തുടക്കത്തിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, ആ ബ്ലൈൻഡായ നടക്കാൻ വയ്യാത്ത വ്യക്തിയുടെ കാര്യത്തിൽ നമുക്കൊരു ചുമതലയുണ്ട്, നമ്മൾ ഏറ്റെടുക്കും. ആ ചുമതല നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് സൗദാര്യമല്ല, അവരുടെ അവകാശമാണ്. അവരുടെ അവകാശം നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്ന് മാത്രം. ബാബു, നെക്സ്റ്റ് പ്ലീസ്. നമ്മൾ ഈ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്ത് തീർച്ചയായിട്ടും സഹാനുഭൂതിയോട് കൂടി ചെയ്യും. കമ്പാഷൻ ഉണ്ടാവും, പക്ഷേ കോമ്പറ്റൻസും വേണം. നമ്മൾ വേറൊരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടുക, നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോയാൽ, നമ്മുടെ പ്രവൃത്തി തെറ്റിപ്പോയാൽ വളരെ വൾണറബിൾ ആയിരിക്കുന്ന വ്യക്തിക്ക് ഉപദ്രവമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇപ്പം ചെയ്യുന്ന നിങ്ങൾ ഈ വന്നിരുന്ന് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് അവിടെ പോയി ചെയ്യാനുള്ളത് ചെയ്താൽ പോരെ. നമ്മൾ സബ്ജക്റ്റിനെ പറ്റി കുറച്ച് അവഗാഹം നേടുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ഈ സോഷ്യൽ ക്യാപിറ്റലിനെ പറ്റി ഞാൻ അല്പം കഴിഞ്ഞ് പറയാം. അപ്പം ഞാൻ തൽക്കാലം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ബാബു, നെക്സ്റ്റ്. ഓക്കെ, ഇനി ബാക്കി കമൻറ്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പവർ പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ അവസാനം പറഞ്ഞ നബീലിനോട്, ഇന്നത്തെ എതിർപ്പ് ചെയ്യുന്ന ആള് നാളത്തെ നമ്മുടെ സഹായി ആയിക്കൂടാന്നില്ല. കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഒഴിവാക്കാൻ ഒക്കില്ല, പക്ഷെ അവരോട് പറഞ്ഞ് ജയിക്കേണ്ട ആവശ്യം നമുക്കില്ല. സാർ, ഞാനൊരു വഴക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അവര് ഒരു നെഗറ്റീവ് പറയുമ്പോൾ അത് നമ്മൾ ഒരു ചെവി കേട്ട് മറു ചെവിയിൽ കൂടെ കളഞ്ഞ് ഒരു ചിരിച്ച മുഖത്തോടെ പോകണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കിഴക്കേക്കോട്ടയിൽ പോയപ്പോൾ ഇതുപോലെ ഒരാള് സഹായമായിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഇരുന്ന പൈസ എടുത്ത് കൊടുത്തു. അപ്പൊ തൊട്ടടുത്തിരുന്ന മാമൻ, എടാ അയാൾ പറ്റിപ്പാണ്, നീ എന്തിനാണ് കൊടുക്കാൻ പോയത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമ സഹായം ചോദിച്ചു വന്നതല്ലേ, അങ്ങ് പോട്ട്, സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയി. കേൾക്കുന്നില്ല സാർ. നബീൽ കേൾക്കാൻ വയ്യാട്ടോ, ബ്രേക്ക് ചെയ്ത് പോയി. പക്ഷെ മനസ്സിലായി, നബീൽ ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യം കേട്ടു. അത് തന്നെ നബീൽ പറഞ്ഞത് തന്നെ. ചിരിക്കുക, കേട്ടില്ല എന്നടിക്കുക, അങ്ങ് പോവുക, അത് തന്നെ നല്ലത്. അവിടെ നിന്ന് അവർക്ക് വേണ്ടി അവിടെ വഴക്കുണ്ടാക്കി പറഞ്ഞു ജയിക്കാൻ നമ്മൾ നോക്കണം. നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നന്മ ഉള്ള മനസ്സുണ്ടായാൽ മതിയെന്ന് അരുൺകുമാർ പറയുന്നു. ബേസിക് എഡ്യൂക്കേഷനിൽ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം എന്ന് പഠിപ്പിക്കണം. ആബ്സല്യൂട്ട്ലി. ഫ്രം ഫാമിലി ആൻഡ് സ്കൂൾ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് മെജോറിറ്റി നടക്കുന്നത്. അവയർനെസ് കൊടുക്കുന്നത് സ്പീച്ചിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ഇരിക്കുക, അതല്ലേ വേണ്ടത്. ആബ്സല്യൂട്ട്ലി. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്? നിങ്ങളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തത് നമുക്ക് കാണാം, ലക്ഷ്മി. സം പോസിറ്റീവ് തിങ്സ് ആർ ഹാപ്പനിങ്. എന്നോട് പറഞ്ഞാൽ ഈ കരുണ, അനുകമ്പ, സഹാനുഭൂതി എന്നുള്ള വിഷയങ്ങൾ, അതോടുകൂടിയുള്ള അതിന് ഇലസ്ട്രേറ്റ് ചെയ്യുന്ന കഥകൾ നമ്മുടെ പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷനിലെല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു തുടക്കമായല്ലോ. കേരള യൂണിവേഴ്സിറ്റി വലിയൊരു കാര്യമല്ലേ ചെയ്തത്. NSSന്റെ പാഠ്യപദ്ധതിയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയില്ല. NSS തന്നെ നടക്കുന്നില്ലേ? അപ്പോൾ ഇതൊന്നും പോരാ. ടോട്ടലി അഗ്രി. എത്രയോ വളരാനുണ്ട് ലക്ഷ്മി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതായത് ഒരു ചില ഉൾപ്രേക്ഷയുടെ
ഉൽപ്രേക്ഷ്യാഖ്യ അലങ്കൃതി എന്ന് പറഞ്ഞ് പഠിക്കുകയും ഇംഗ്ലീഷ് ഗ്രാമറിലെ ഇന്റർജെക്ഷൻ എന്താണെന്ന് പഠിക്കുകയും ഉള്ളതിനേക്കാളും കൂടുതൽ വാല്യൂബിൾ ലൈഫ് ലെസൺസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ചെയ്യുന്ന പ്രവൃത്തിയോട് 100% ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ടതില്ലല്ലോ. പരീക്ഷിക്കുന്നവർ പോലും ഒരു ദിവസം നമ്മളെ നോക്കി അഭിമാനം കൊള്ളും. വെരി ഗുഡ്, ആബ്സല്യൂട്ട്ലി. ദിൽജിത്ത് ഞാൻ സമ്മതിച്ചു, ആബ്സല്യൂട്ട്ലി അഗ്രി. ആദിത്യ എന്താ പറയുന്നത്, എത്രയൊക്കെ എതിർപ്പുകളെ അവഗണിച്ചാലും എന്തെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മളെ അവരുടെ എതിർപ്പ് മെന്റലി ബാധിക്കും കേട്ടോ. ശരിക്കാണ് ആദിത്യ. അതായത് വല്ലവരെയും ചീത്ത വിളിക്കുമ്പോൾ മനസ്സ് വേദനിക്കും. നമ്മൾ പുറത്ത് ചിരിച്ചിട്ട് പോണമെന്ന് ഞാൻ പറഞ്ഞു. ചിരിക്കാം, പുറത്ത് ചിരിക്കാം, നമ്മൾ ആ ചിരി കണ്ണിലെത്തില്ല, മനസ്സിലുണ്ടാവില്ല. ശരിയാണ് ആദിത്യ. ഇത് ഞങ്ങളെല്ലാം അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. എതിർപ്പുകൾ വരുമ്പോഴും, ചീത്ത വിളി കേൾക്കുമ്പോഴും, പരിഹാസം കേൾക്കുമ്പോഴും. പരിഹാസത്തിന്റെ അടുത്ത പടിയായിട്ട് ശരിക്ക് ഒരു യുദ്ധം തന്നെ വരും. അതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കും, വിഷമം ഉണ്ടാകും. ഒന്ന് ആദിത്യയോട് തന്നെ പറയും, ഞാനൊരു മനുഷ്യക്കുട്ടിയാണ്, ഞാനൊരു മെഷീനല്ല, എൻ്റെ മനസ്സിന് ഇതൊക്കെ ഉണ്ടാവും എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് വല്ലാതെ വിഷമം തോന്നിയ ഞാൻ എന്താ ചെയ്യാന്ന് അറിയാമോ? ഞാൻ നല്ല മനസ്സിൽ അടച്ചു വയ്ക്കില്ല. ഞാൻ ആരോടെങ്കിലുമൊക്കെ പറയും, പങ്കുവയ്ക്കും. അത് അവരോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഇതാ എൻ്റെ മുറിയിൽ ഇവിടെ ആശ്ലയുണ്ട്, ആശ്ല നിങ്ങളോട് സംസാരിക്കും. ഇല്ലേ, തീർക്കില്ലേ? സാറ്റർഡേ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആശ്ല എൻ്റെ മുറിയിൽ തന്നെ പറഞ്ഞു. എനിക്ക് വിഷമമുള്ളപ്പോൾ ഞാൻ ആശ്ലയോട് പറയും. ആരെങ്കിലുമായിട്ടൊക്കെ പങ്കുവയ്ക്കും നമ്മുടെ സഹപ്രവർത്തകരോട്. അപ്പോൾ ഒരു പ്രോബ്ലം ഷെയർ പ്രോബ്ലം ആവും. അപ്പോൾ മനസ്സിനെ ഇരുമ്പ് ചട്ട അണിയിപ്പിച്ച് ഒന്നും ബാധിക്കാതെ നമുക്ക് ഇരിക്കാനൊക്കെ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കില്ല എന്ന് വാശി പിടിച്ച് ആദിത്യ ചിന്തയെ വരാൻ അനുവദിക്കാതിരുന്നു. ആദിത്യ കിടന്നുണർന്ന് രാത്രി 2 മണിക്ക് ഇത് ഓർത്ത് കൊണ്ടുവരും. ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. കുറച്ച് സ്വയവും കുറച്ച് മറ്റുള്ളവരുമായിട്ടുള്ള പങ്കുവയ്ക്കലിനും കൂടെ അതിന് സൊല്യൂഷൻ ആവും. അതുകൊണ്ടാണ് NSS പോലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കേണ്ടതിൻ്റെ ആവശ്യം. ആർദ്ര സുഭാഷ് എന്താ പറഞ്ഞത്, നമ്മൾ എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. കറക്റ്റ്. അതിനെ ഞാൻ ഓരോരുത്തരുടെയും മനസ്സ്, ചിലര് നല്ല ധൈര്യമുള്ളവരാണ്, ആ മനുഷ്യരായിരിക്കും. ചിലർക്ക് അത്രയും ധൈര്യം കുറവായിരിക്കും. എന്ന് വെച്ച് നമ്മൾ മോശക്കാരൊന്നുമല്ല. നമുക്ക് ധൈര്യം കുറവാണെങ്കിൽ വേറെ ചില കഴിവുകൾ കാണും. എല്ലാം കൂടെ ബാലൻസ് ചെയ്താലേ നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പോൾ ചിലര് ഇപ്പം ആർദ്ര സുഭാഷ് നല്ല മെഡിക്ക് ധൈര്യമുള്ള കുട്ടിയാണ്. അത് അവർ പറഞ്ഞുകൊണ്ട് പോട്ടെ, എനിക്കെന്താ എന്ന് വിചാരിക്കാൻ കഴിയും. അത് വളരെ നല്ലൊരു കഴിവാണ്. പക്ഷെ അത് കഴിവില്ലാത്തവർക്കും കുറച്ച് വിഷമിച്ചാൽ അത് പങ്കുവയ്ക്കണം എന്നുമാണ്. ഐശ്വര്യ, നമ്മൾ ചെയ്യുന്ന കാര്യം ബാബു, ഞാൻ 11 മണിക്ക് ചാറ്റ് സെഷനിൽ നിർത്തിയിട്ട് ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് തിരിച്ചു പോകും. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉള്ളപ്പോൾ നെഗറ്റീവ്സ് പറയാനും അതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. വെരി ഗുഡ്, കറക്റ്റ്. ആദ്യം നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം വരും. അയ്യോ, ഇത് വളരെ പ്രധാനം കേട്ടോ. നമുക്ക് വിശ്വാസം വരുത്താൻ ഇച്ചിരി പാടായിരുന്നു. എനിക്ക് ഇല്ലായിരുന്നു, ഞാൻ സത്യം പറയാം കേട്ടോ. എനിക്ക് എന്നിൽ യാതൊരു വിശ്വാസവും. ഞാൻ ഒരു പേടിക്കൊണ്ടല്ല. ഞാൻ മെയിൻ സ്ട്രീമിന്റെ കൂടെ അങ്ങനെ ഒഴുകിപ്പോയി. ഞാനൊരു 10-40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്
നമുക്കൊന്ന് അരക്കൈ നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത്തരം പ്രവൃത്തിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടെല്ലാം എനിക്ക് ഒരുപാട് ബഹുമാനം. ഈ പ്രായത്തിൽ ഇതുപോലുള്ള ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ ധൈര്യമാണ്. എനിക്ക് തോന്നും എനിക്ക് ഒരു 10-20 വയസ്സ് എനിക്ക് എന്നിൽ കുറച്ചുകൂടെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 20 വർഷം വേസ്റ്റ് ചെയ്യില്ല. അത് ഇപ്പൊ പറഞ്ഞത് ആർദ്രയല്ലേ. ആർദ്ര പറഞ്ഞ പ്രധാന കാര്യം നമ്മളെല്ലാം ഓർക്കും. നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാറില്ല. നമുക്ക് കുറച്ചു മുമ്പേ ഈ മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷൻ എന്ന് ഓർമ്മിപ്പിച്ചു. നമ്മുടെ ചെയ്യാൻ കഴിവുള്ളത് നമ്മൾ ചെയ്തെങ്കിൽ ഈ ലോകത്ത് പ്രശ്നങ്ങൾ അധികം ഒന്നും ബാക്കിയുണ്ടാവില്ല. നമുക്കുടെ കഴിവിന്റെ എത്രയോ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോ എല്ലാവരും സ്വയം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്തോ ചെയ്യാൻ നമുക്ക് കഴിവും. അതൊരു വലിയ കാര്യം, പാഠം തന്നെയാണ് ആർദ്ര പറഞ്ഞത്. ആർദ്രയല്ലേ അത് പറഞ്ഞത്. റീസൺ എന്താ പറയുന്നത്? ഈ പ്രസ്ഥാനം ആരംഭകാലത്ത് നേരിടേണ്ടി വന്ന നെഗറ്റീവ്സും സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നേരിട്ടു? ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി. അതെ, അതല്ലേ റീസൺ പറഞ്ഞ് ഞാന് വല്ല ചെയ്യാൻ നിങ്ങളുടെ പ്രായത്തിൽ വല്ലതും ചെയ്തു തുടങ്ങേണ്ടതായിരുന്നു, ചെയ്തില്ല. 40 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങിയത്. നെഗറ്റീവ്സ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. പോലീസ് കേസിലായിട്ടുണ്ട്. ഒരു DIG ഓഫീസിൽ വിളിച്ചു വരുത്തി ഇത് ഇപ്പൊ പറഞ്ഞു ഒതുക്കിയില്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണ് ഡോക്ടറെ, നാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വൈകുന്നേരം കൊണ്ടിട്ടാല് ശനിയും ഞായറും ജാമ്യം കിട്ടില്ലേ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കുറെയൊക്കെ ബാബുവിന് അറിഞ്ഞുകൊണ്ടാകും ഇതൊക്കെ. അപ്പോ ഇങ്ങനെ നേരിട്ട് ഞാൻ തനിച്ചായിരുന്നില്ല. തനിച്ച് നേരിടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. കുറെ പേര് എൻ്റെ കൂടെ കൂടി. ഇതാ ഈ ബാബു, അബു, രാജലക്ഷ്മി ഇങ്ങനെയുള്ള കുറെ ഗുണ്ടാകളെ ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു. വല്ലാത്ത വിഷമം വരുമ്പോൾ ഒന്ന് പങ്കുവയ്ക്കാനെങ്കിലും ആരെങ്കിലും ഒരു കൈ സഹായത്തിന് ഇടണം. നമ്മൾ തനിച്ചാവേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ നേരിടും. ഒരു പഴയ ഒരു ചൊല്ലുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മദർ തെരേസ എന്ന് വിളിക്കുമെന്ന് ആരാ പറഞ്ഞു? മറന്നുപോയി. അപ്പോ അങ്ങനെ വിളിക്കുമ്പോഴോ അത് ആദ്യത്തെ സ്റ്റെപ്പായി ആവുന്നുള്ളൂ. എന്താണ്? ഫസ്റ്റ് ദേ റിഡിക്യൂൾ യു, ഫസ്റ്റ് ദേ ലാഫ് അറ്റ് യു, റിഡിക്യൂൾ യു, ദെൻ ദേ ഫൈറ്റ് യു, ഫസ്റ്റ് ദേ ഇഗ്നോർ യു. ആദ്യം കണ്ടില്ലെന്നറിയും, ദെൻ ദേ ലാഫ് അറ്റ് യു, ദെൻ ദേ ഫൈറ്റ്. ശമ്പളം തരുന്ന ആ ജോലി അത്യാവശ്യത്തിന് മാത്രം ചെയ്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങാമെങ്കിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. പക്ഷേ ജീവിതത്തിന് അർത്ഥം കുറയും. എന്നെങ്കിലും ഒരു ദിവസം കണ്ണാടിയിൽ നോക്കി നിങ്ങൾ സ്വയം ചോദിക്കും, എന്തായിരുന്നു ഇത്രയും കാലം ജീവിച്ചതിന്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ പറയാനൊന്നും ഉണ്ടാവില്ല. ആ കുറച്ച് അർത്ഥവത്തായി ജീവിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടും. അത് ഒന്നിച്ച് നേരിടാൻ ആളുകൾ ഉണ്ടാവും, കൂടാതെ നിൽക്കും ആളുകൾ. പ്രോബ്ലം ഷെയർഡ് ഇസ് എ ഹാഫ് പ്രോബ്ലം ഹാഫ് സോൾവ് എന്ന് ജെറിൻ പറഞ്ഞു. വെരി ഗുഡ് ജെറിൻ, അബ്സല്യൂട്ട്ലി. Sir, 2 minutes left. ഓക്കെ, അപ്പൊ ഞാൻ 2 മിനിറ്റ് എടുത്ത് ഞാൻ തിരിച്ച് എൻ്റെ പ്രസന്റേഷനിലേക്ക് പോവുകയാണ്. അത് മുഴുവൻ ഞാൻ കാണിച്ചു തന്നിരിക്കില്ല. ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആളിന്റെ വീട് ഇതായിരുന്നു കേട്ടോ. നിങ്ങൾ നാട്ടിൻപുറത്തുകാരുണ്ടെങ്കിൽ വീട്ടിൽ കോഴിക്കോടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമോ? ഇന്നത്തെ കോഴിക്കോട് പോലും ഇതിനെക്കാളും ലാവിഷം. ഇതിനകത്തായി ഇവർ കഴിഞ്ഞത്. നമ്മൾ പറയുന്നത് ഹെൽത്ത് കെയറിനെ പറ്റിയാണ്. ഹെൽത്ത് എന്ന് വെച്ചാൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വെൽബീയിങ് ആണ്, സൗഖ്യമാണ്. ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള സൗഖ്യമാണ്. ഞങ്ങൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും
ഈ ശാരീരിക ഭാഗത്ത് മാത്രമേ വല്ലതും ചെയ്യാൻ. ആശുപത്രികൾ അതേ ചെയ്യുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഡൽഹിത്തെ ആശുപത്രിയിൽ എന്തെങ്കിലും പോയിട്ടുള്ളപ്പോൾ മാനസികവും സാമൂഹികമായിട്ടുള്ള വെൽബീയിങ്ങൊക്കെ ഇവിടെ ആരേലും അന്വേഷിച്ചു. ചെവിവേദനയെ പോയാൽ ചെവിക്കകത്ത് നോക്കി മരുന്ന് എഴുതുന്നത് കിട്ടും. ഞങ്ങൾക്ക് എളുപ്പമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ടീമില് ഡോക്ടർമാരുടെ എണ്ണത്തിന്റെ ഇരട്ടിയുണ്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ എണ്ണം. അതിന്റെ എത്രയോ ഇരട്ടിയുണ്ട് വോളണ്ടിയേഴ്സിന്റെ എണ്ണം. കാരണം ഇത് മുഴുവൻ ചെയ്യാൻ നമുക്ക് സമൂഹം മുഴുവൻ ആരോഗ്യ പ്രവർത്തകരായാലും ആരോഗ്യം പ്രധാനമാണെങ്കിൽ സമൂഹത്തിലെ ഉള്ളിൽ നന്മയുള്ളവരെല്ലാവരും കൂടിച്ചേർന്നാലേ ഈ പറഞ്ഞ രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവും. അല്ലാതെ പോട്ടെ. ഞാനിത് നമുക്കിന്ന് നമ്മൾ കൂടുതൽ സമയം സംസാരിച്ചപ്പോൾ ഒരല്പം ചിലതങ്ങ് മിസ് ചെയ്ത് പോയേണ്ടി വരും. ഞാൻ ഇതൊന്ന് കാണിച്ചേക്കാം. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നേരത്തെ ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുമ്പോൾ ഉള്ള അനുഭവം ഉണ്ട്. എന്ത് ചീത്ത സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മളെല്ലാം പോകാൻ സാധ്യതയുള്ള ചില സ്റ്റേജസ് ആണ്. ഒരു ഉദാഹരണത്തിന് ഡിനയൽ. അതായത് നിങ്ങൾ ഒരു നല്ല മാർക്ക് പ്രതീക്ഷിച്ച ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നോട്ടീസ് ബോർഡിൽ പോയി നോക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ മാർക്ക് അറിയുന്നത്. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നോക്കുന്നു മാർക്ക് എത്രയാണ്. നിങ്ങളൊരു 94 പ്രതീക്ഷിച്ചു, ഒന്നൊക്കെ കിടക്കുന്നു 52. എന്തായിരിക്കും മനസ്സിൽ കൂടെ തോന്നുന്നത്? ദിസ് കനോട്ട് ബി ട്രൂ. ഇതെന്തോ അല്ലല്ല, ഒന്നുകൂടെ പോയി നോക്കൂ. സൈൻ ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് ഒന്നുകൂടെ നോക്കൂ. ഇത് അല്ല, ഇത് ശരിയാവാൻ വഴിയില്ല എന്നുള്ള വിചാരം. രണ്ടാമത്തത് ആംഗർ. ഇതാ എന്താണ് പത്മജ മാഡത്തിന്റെ പണിയാണ്. അവരന്നേ എന്നെ നോട്ടമിട്ടതാണ്. അവര് എൻ്റെ അടുത്ത് അന്നു മുതൽ ദേഷ്യം കാണിച്ചു. ദേഷ്യം സൗകര്യമുള്ളവരുടെ അടുത്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ പത്മജ മാഡത്തിന്റെ അടുത്ത് കാണിക്കാൻ നിവർത്തിയില്ല. ആരോട് കാണിക്കും? ആരാ മുമ്പേ ഇരിക്കുന്ന ഒരാള് ആരോട് കാണിക്കും? അമൃത അമ്മയുടെ അടുത്ത് കാണിക്കും. സൗകര്യപ്പെടുന്ന അമ്മയാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് അത്രയും കാണിക്കാൻ സാധ്യതയില്ല, വിവരം അറിയും. കൂട്ടുകാരോട് കാണിക്കും. ഇളയ കൊച്ചുണ്ടേ അതിനെ പിച്ച് ചീന്തിയെടുക്കും. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ സൗകര്യമുള്ളവരോട് കാണിക്കും. അപ്പോഴ് ഇത് നിസ്സാര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ജീവിതത്തിനെ ബാധിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാകുമ്പോഴോ സ്വയം നാളെ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ ഇതാണ് കാണിക്കാൻ സാധ്യത. എന്തിൻ്റെ അടുത്തെങ്കിലും ഉള്ള ദേഷ്യം, പരീക്ഷയ്ക്ക് മോശമായതിന്റെ ദേഷ്യം, പ്രതീക്ഷിച്ച് ജോലി കിട്ടാത്തതിന്റെ ദേഷ്യം, ഇതൊക്കെ നമ്മൾ ആരോടെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ട്. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയും, പിന്നെ തിരിച്ചെടുക്കാൻ ഒക്കില്ല. ഞാൻ എന്തിനാ പറയുന്നത്? ഇതൊക്കെ രോഗികളുടെ പ്രശ്നങ്ങളാണ്, പക്ഷെ നമ്മുടെ എല്ലാം പ്രശ്നങ്ങളാണ്. ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തിരിച്ച് ഒരു ആവശ്യമില്ലാതെ അമൃതയുടെ അടുത്ത് ആർദ്ര കയറി കുറെ ചീത്ത വന്നു. അമൃതയ്ക്ക് ഒന്ന് ആലോചിക്കണം, അത് അതേ ദേഷ്യത്തിൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സമയം ചീത്ത വിളിച്ചു കഴിയുമ്പോൾ ആർദ്ര എന്തിനോ വല്ലാത്ത വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർദ്ര ഒന്ന് കരയായിരിക്കും ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക്, ബാർഗനിങ് വെച്ചാൽ പിന്നെ വേറൊരു മാർഗം അന്വേഷിക്കുക, കഠിനമായ വിഷാദത്തിലേക്ക് പോവുക. പക്ഷെ ഇവിടെ രോഗി അക്സെപ്റ്റൻസിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുക. ഇത് രോഗികളുടെ കാര്യമാണ്. പക്ഷെ ഞാനിത് പറയാൻ കാര്യം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് രോഗം വരുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ കൂടെ പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. വയ്യാതെ വീട്ടിന്റെ മുകളിൽ കിടക്കുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവർക്കും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ അതേസമയം ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാതെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് ഒന്ന് കൈപിടിച്ച് ചുമ്മാ കുറച്ചു നേരം ഇരുന്നാൽ ആ എല്ലാം എവാപ്പറേറ്റ് ചെയ്ത് പോകാൻ ആണ് സാധ്യത. ഒരുപാട് ഒറ്റപ്പെടല്
86 പേരുണ്ട് ഇവിടെ. ഞാനൊരു ഗസ് പറയും, ഒരു 20 പേരുടെ വീട്ടിലെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മിക്കവാറും ഒരു വൃദ്ധയോ ആവണമെന്നില്ല. പല രീതിയിലും ആരും ശ്രദ്ധിക്കാതെ വീട്ടുപണി മാത്രം എടുക്കുന്ന ഒരു വീട്ടമ്മയുണ്ടെങ്കിൽ ആ അമ്മ ഉൾപ്പെടെ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും. നമ്മൾക്ക് തന്നെ ഉള്ളില് നമ്മൾ അമർത്തി വെച്ചേക്കുന്ന പല കുറ്റബോധം ഉണ്ടാവും. ഒരു കാര്യവും വേണ്ട, നമ്മൾക്കൊന്നും ചെയ്തെന്ന് വിചാരിച്ചിട്ടാവില്ല, പക്ഷെ ഞാൻ കാരണം എല്ലാവരും വിഷമിക്കുന്നു, മുതലായ വിഷമങ്ങൾ. അപ്പൊ ഞാനിപ്പോ ഇത് പറയുന്നത്, നമ്മളൊരു രോഗാവസ്ഥയിലുള്ള ഒരാളിന് നേരത്തെ ഞാൻ പറഞ്ഞ അമ്മയെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ അവര് ദേഷ്യത്തോടുകൂടിയായിരിക്കും നമ്മുടെ അടുത്ത് പ്രതികരിക്കുക. അവര് ഭയങ്കര പേടിയിലായിരിക്കും. പേടിക്കണ്ട ചേച്ചി, പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പേടി പോകും. അതിനു പകരം ചേച്ചി എന്താണ്, എന്തോ വല്ലാത്ത പ്രയാസമുണ്ട്, അതെന്താണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് മറുപടി കിട്ടും. ഇത്തരം രീതിയിൽ ആളുകളെ സഹായിക്കുകയാണ് നമുക്ക് ചെയ്യാനൊക്കുന്ന ഒരു കാര്യം. ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മുത്തശ്ശിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മുത്തശ്ശന്റെ കാര്യം ഓർക്കുന്നു. ഒരു നാളും ഗൃഹനാഥയായിരുന്നു, വീട് മുഴുവൻ നടത്തിയിരുന്ന ആള് ഇപ്പോഴൊരു മൂലയ്ക്കായി. വീട്ടിലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാവരും ഉമ്മറത്തിരുന്നാ തീരുമാനിക്കുക. മുത്തശ്ശിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലും തീരുമാനത്തിൽ അവർ ഉൾപ്പെടുന്നില്ല. ബന്ധങ്ങൾ വ്യത്യാസപ്പെടുന്നു, ആളുകള് ഡിസ്കണക്റ്റഡ് ആയിട്ട് പോകുന്നു, എമോഷണലായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു. ഈ ജാക്വലിൻ ജോൺസൺ എന്നുള്ള പറഞ്ഞത്, അവർ പറഞ്ഞു, രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. രോഗത്തിനേക്കാളും വിഷമിപ്പിക്കുന്നത് ഒറ്റപ്പെടലായിരിക്കും. നമ്മൾ ഒരു ചുവരിന്റെ ഒരു വശത്തായി പോകും, ബാക്കി എല്ലാ മനുഷ്യരും ചുവരിന്റെ മറുവശത്താണ്, നോർമൽ സൈഡിൽ. നമ്മുടെ വിഷമം മറ്റാരും മനസ്സിലാക്കിയെന്ന് വരും. നിങ്ങൾ എന്തെങ്കിലും പാലിയേറ്റീവ് കെയറിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 1,70,000 വൃദ്ധരിൽ ഒരാളിനെയോ പാരലൈസ്ഡ് ആയിട്ട് വീട്ടിൽ കഴിയുന്ന ഒരു വ്യക്തിയെയോ, ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയും കുഞ്ഞിനെയും ഒരാളിനെ ഒരല്പം സഹായിക്കാൻ നിങ്ങൾ പോകുന്നെങ്കിൽ ഓർക്കുക, ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾ പോയി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് വന്നാൽ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് 15 മിനിറ്റ് അവരുടെ കൂടെ ഇരുന്ന് ചെവി തുറന്ന് അവർക്ക് പറയാനുള്ളത് കേട്ടുകൊടുക്കല്. രാജലക്ഷ്മി ആ വീഡിയോ ഇടാൻ റെഡിയായിരുന്നു. Yes, sir. Yes, sir. Yes. ഒരു 5 minute വീഡിയോ. Yes, sir, Idam. Sir, share the screen. Yes. ഞാൻ കട്ട് ചെയ്തു. ഞാൻ രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി. In palliative care, we have this notion of total pain, pain that takes into account the life circumstances of the patient that contribute to his or her experience of suffering. I came across that concept quite early in my life, and in my career, and I thought I understood it, theoretically at least. And then one day, the home care team that I was a part of was called in to see this fisherman in one of the outlying villages of Trivandrum. We parked our van some 400 meters away, made our way down this narrow, undulating path. We could hear this man's screams well before we got to his house. And on approaching the house, we were assaulted by this stench, which made me gag. And when we entered his home, we were met by this helpless young woman, and behind her on the bed, a man in his 40s, the source of the screams. He had a myriad problems and a feeding tube. And on closer examination, we found that he also had a bowel obstruction that was not allowing him to pass what his wife was so diligently feeding him, because she didn't know what else to do to look after him. And as a result, he was regurgitating his own waste. It was awful. Anyway, he was cleaned up, analgesics and other medication were administered, but no matter what we did, his pain would not fall below 6 on the pain scale, which is essentially a scale of 1 to 10, 10 being the highest, where we ask people to score their subjective pain. So finally, this
benevolent and wise doctor that I have the absolute privilege of calling my mentor, he took this man's hand in his own and he asked him, he said, "What's your biggest concern right now? What is bothering you?" What an odd question, I thought. I mean, the pain, the humiliation, the despair, and just the misery of everything that he was experiencing. I mean, the answer was glaringly obvious to me. The man didn't say anything for a long time, and I started to get fidgety. The silence was starting to get awkward and strained, to me at least. But the good doctor, he held steadfast. And after about 6 long minutes, and I know this because I was timing it, this man very softly said, "All I wanted was for my children not to be fishermen. And now they're going to be just that." He knew he was dying, and he knew that his wife would not be able to support the children on her own, and this one fact was causing him far more agony than anything else that he was going through. So one of the things we strive to do in our program is to undertake the educational needs of children from disease-ravaged families that can no longer afford to send them to school. But this process takes about a week from when the child has been identified. In this case, however, we sped up the processes. Donors were found, pledges were made, documents were signed, all to see these 2 children, aged 8 and 10, through to college. We returned to the fisherman's house the next morning, and he was asked what his pain was. Still 6, he said. He was then shown the documents, and he was told, "It is done. Your children will not be fishermen." The transformation on that man's face was magical. And once he had digested that information, he was very gently asked one more time, "What is your pain now?" He died 3 days later, pain-free. And that, my friends, is total pain. And that was when I truly learned my first lesson in being still and allowing അപ്പോൾ ടോട്ടൽ പെയിൻ എന്ന് പറഞ്ഞത് ബാബു സോറി, ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്യാതെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലേ. ടോട്ടൽ പെയിൻ എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ രോഗത്തിനെ നോക്കാൻ അറിയാം. ശരി, ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ വേദനയും ശ്വാസമുട്ടും തുമ്മലും ചൊറിച്ചിലും വ്രണങ്ങളും ഒക്കെ നോക്കും. പക്ഷേ മനസ്സിൻ്റെയും സാമൂഹികമായുള്ള പ്രശ്നങ്ങൾ നോക്കാൻ മനുഷ്യജീവികൾ ഇതിനെപ്പറ്റി അല്പം പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടലും വിഷാദവും വിശപ്പും ഒക്കെയുള്ള ഒരുപാട് മനുഷ്യരുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടാകും. എനിക്ക് നമ്മുടെ നാട്ടിൽ വളരെ വേദന ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്, പരീക്ഷ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാൾ, ഞാൻ അന്നൊന്നും അറിഞ്ഞിരുന്നില്ല, പരീക്ഷ ഫീസ് കൊടുക്കാൻ പൈസയില്ലാതെയോ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കാതെ, ക്ലാസ്സിൽ ഫീസ് കൊടുക്കാനൊക്കാത്തതുകൊണ്ട് ക്ലാസ്സിൽ കയറാനൊക്കാതെ ആളുകൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെ ഒരു 40 പേരുടെ ഒരു ക്ലാസ്സിൽ ഒരാൾ ഫീസ് കൊടുക്കാൻ കഴിവില്ലാതെ ഉണ്ടെങ്കിൽ ഈ 39 പേരിൽ മനസ്സുള്ള 19 പേര് ഓരോ ദിവസത്തെ ഐസ്ക്രീം വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ അവർക്ക് പൈസ ഉണ്ടായി. ഇവരെല്ലാവരും വീടുകളിൽ പോയി പറഞ്ഞെങ്കിൽ ഒരു 5-10 പേരെങ്കിലും സഹായിച്ചേനെ. പലപ്പോഴും നമ്മുടെ പുതിയ മോഡേൺ വേൾഡിൽ ചുറ്റുമുള്ളവരുടെ സഫറിങ് കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയോ എന്ന് സംശയമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ, എന്ന് വെച്ചാൽ 100-300 വർഷം മുമ്പ്, എൻ്റെ ക്ലാസ്സിലൊന്നും ഈ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ വയസ്സന്മാരെപ്പോഴും ഇങ്ങനെയുള്ള പഴയ കഥകൾ പറയും. പക്ഷെ ഇവിടെ അതിൽ നിന്നൊരു പാഠമുണ്ട്. ഒരു കുട്ടി വലിയൊരു ചോറ്റുപാത്രം കൊണ്ടുവരും രാവിലെ. ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ പാത്രങ്ങളിലാണ് ഭക്ഷണം. ഇവൻ വലിയൊരു പാത്രം കൊണ്ടുവരും.
അവൻ്റെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്നത് വെച്ച് അവൻ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകും അവൻ്റെ കുടുംബത്തിന് കഴിയാൻ. അവനൊരു മോശക്കാരനായിട്ട് ഞങ്ങൾക്കാർക്കും മനസ്സിൽ തോന്നിയിട്ടില്ല. അവനോട് റെസ്പെക്റ്റേ തോന്നിയിട്ടുള്ളൂ. എത്രയും ബുദ്ധിമുട്ടി പഠിക്കുന്നു. അവന് വീട്ടുകാർക്ക് ഭക്ഷണം പോലും അവൻ സ്റ്റുഡൻ്റാണ് കൊണ്ട് കൊടുക്കുന്നത്. ഈ പരസ്പരം ഒന്ന് കൈ താങ്ങാൻ നമുക്ക് ചുമതലയുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കുറേ മാനസിക പ്രശ്നവും സാമൂഹിക പ്രശ്നവും ഞാനിപ്പോൾ പറഞ്ഞു. ഇത് തുടങ്ങേണ്ടത് അവനവൻ്റെ വീട്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുത്തശ്ശി ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ 15 മിനിറ്റ് വല്ലപ്പോഴും എനിക്ക് ഇരിക്കാമല്ലോ. ആ നഖം ഒന്ന് വെട്ടിക്കൊടുക്കാമല്ലോ. എന്തൊരാശ്വാസമായിരിക്കും. ചുറ്റുമുള്ള ക്ലാസ്സിൽ വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, സ്കൂളിലുണ്ടോ, കോളേജിലുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല ഒരു തുടക്കം. പക്ഷേ അല്പം പാലിയേറ്റീവ് കെയർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈം ഉള്ള സമയത്ത്, ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനി ഉള്ളവർക്കാണെങ്കിൽ ശനിയും ഞായറും അവധിയാണ്. ഒരു ദിവസം ഒരാഴ്ചത്തെ തുണി കഴുകാൻ തന്നെ വേണം. ശരി, ആയിക്കോട്ടെ. ഒരു ദിവസം, ഒരു അര ദിവസം ഏറ്റവും ആവശ്യമുള്ള 2 പേർക്ക് വേണ്ടി ചെലവഴിക്കാമല്ലോ. അത് ഞാൻ സമയം വെച്ചിൻ്റെ കാര്യം വെച്ച് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ഈ പറയുന്ന പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ പറയാം. ഇറ്റ് ഈസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ്. സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ് രോഗികളുടെയും കുടുംബത്തിൻ്റെയും രോഗസംബന്ധമായ കഠിനമായ ദുരിതം ഒഴിവാക്കുകയും മാറ്റുകയും ചെയ്യുന്നതാണ് പാലിയേറ്റീവ് കെയർ. അത് ക്യാൻസറിന് വേണ്ടി മാത്രമല്ല, വേദന മാറ്റാൻ മാത്രമല്ല, മരിക്കാൻ കിടക്കുന്നവർക്ക് മാത്രമല്ല. എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവിടെ സഹായം കൊടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഈ സഫറിങ് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ വേണം. പലപ്പോഴും രോഗചികിത്സയോടൊപ്പം കൊണ്ടുപോകണം. അപ്പം ഞാൻ ഇത് കുറച്ച് ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. ഞാനിവിടെ പറഞ്ഞത് ഈ സാമൂഹ്യം, ശാരീരികം, മാനസികം, ആത്മീയം എല്ലാത്തരം പ്രശ്നങ്ങളും ഉണ്ടാകാമെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരെക്കാളും മുമ്പേ ഞാൻ വയ്ക്കുക വോളണ്ടിയേഴ്സിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും. ഏറ്റവും കൂടുതൽ രോഗികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ളത്. ഞാൻ അതൊന്ന് സ്റ്റക്കായി, ഒന്ന് റിവൈവ് ചെയ്തോട്ടെ. അപ്പോ ഇത് രോഗിയും ആശുപത്രിയും തമ്മിൽ വലിയൊരു അകലമുണ്ട്. ഇവിടെ ഈ അകലത്തിന് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. സമൂഹത്തിലുള്ള മനസ്സിൽ സഹാനുഭൂതിയുള്ള കുറച്ച് മനുഷ്യർ ചേരുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾക്ക് അറുതി വരും. ഈ ഭാഗമാണ് നമ്മുടെ റോഡ്. അത് അവർക്ക് എവിടെയാണോ എപ്പോഴാണോ ആവശ്യമുള്ളത് അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞത് രോഗാവസ്ഥ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ എത്ര കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം കിട്ടാതാവുന്നത്, നേരത്തെ പറഞ്ഞ കുഞ്ഞിനെ പോലെ പട്ടിണിയാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതൊക്കെ അവനവൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വ്യത്യാസം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ
ഈ കോഴിക്കോടിനകത്ത് കഴിഞ്ഞവര് കാല് മുറിക്കേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞ വ്യക്തി ഒരു വടിയുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഇപ്പൊ നടക്കുന്നത്. അവര് ഒരാളെ സ്പോൺസർ ചെയ്തിട്ട് ഇവിടുന്ന് ഒറ്റ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടേ ഉള്ളൂ, ആള് വന്നു, ഒരു വാടക വീട്ടിലെങ്കിലും കഴിയുന്നു, സ്വന്തമായിട്ട് വീടായിട്ടില്ല. ഒരു ദിവസം 10,000 രൂപ കൊടുത്ത് 5 ദിവസത്തേക്ക് ഒരു പെയ്ഡ് കെയർ ഗിവറെ വെച്ചപ്പോൾ, അല്ല, ഒരു മാസത്തെ ചെലവിന് ചിലപ്പോൾ 2,000 എത്രയെന്ന് വെച്ചാൽ കൊടുത്തപ്പോൾ ഒരാളിനെ വെച്ച് ആ സ്ത്രീ കണ്ണാശുപത്രിയിൽ കൂടെ നിൽക്കാൻ ആളായി, ഓപ്പറേഷൻ ചെയ്തു, 4 വർഷത്തിന് ശേഷം കാഴ്ച വീണ്ടും കിട്ടി. ഇതൊക്കെ ഒരു മെഡിക്കൽ മിറക്കിളൊന്നും ഇല്ല ഇതിൽ. നമ്മൾ കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകുന്നത് വലിയ മഹാത്ഭുതമായിട്ടൊക്കെ പറയും. ഇതൊക്കെ ഈ ബാബുവും അബുവും എല്ലാവരും കൂടെ നമുക്ക് ചുറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളാണ്. ഈ മഹാത്ഭുതങ്ങൾ വരുത്താൻ കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കാനും നടക്കാൻ കഴിയാത്തവന് നടക്കാൻ സഹായിക്കാനും നമ്മളൊക്കെ മതി. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അവിടെ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള കുറച്ച് മിനിറ്റുകൾ കൂടെ ഉള്ളത് നമുക്ക് ചർച്ചകളാകാം. പ്രീത 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ആരിഫ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ഇന്ന് പാലിയേറ്റീവ് കെയറിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സാറിൽ നിന്ന് ശ്രവിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാറുമായിട്ട് ചോദിക്കാവുന്നതാണ്. 10 മിനിറ്റ് സമയമുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അമൃത, ഇവിടെ ഇപ്പൊ എല്ലാരും പറയുന്ന കേട്ടു, സൊസൈറ്റി സമ്മതിക്കുന്നില്ല, സൊസൈറ്റി പുച്ഛിക്കുന്നു, സൊസൈറ്റി മദർ തെരേസ എന്ന് വിളിക്കുന്നു, സൊസൈറ്റി എന്ത് വിചാരിക്കും, എന്തിനാ ഈ സൊസൈറ്റിയെ കുറിച്ച് ആലോചിക്കുന്നത്? ഇപ്പോ ഞാൻ 12th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നടന്നു പോകുന്ന വഴിക്ക് എന്നും ഭിക്ഷ യാചിക്കാൻ ഒരു സ്ത്രീ ഇരിക്കുമായിരുന്നു. ഒരു ദിവസം അവർക്ക് എന്റെ ലഞ്ച് ബോക്സ് കൊടുത്ത് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് തൊട്ട് എനിക്ക് തന്നു വിടുന്നത് 2 ലഞ്ച് കിറ്റായിരുന്നു. അപ്പൊ ആ ഒരു ചേഞ്ച് നമ്മുടെ വീട്ടുകാർ മാത്രം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. പിന്നെ ഇന്നാൾക്ക് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ആന്റിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോ പുള്ളിക്കാരി ഒറ്റയ്ക്കേ ഉള്ളൂ. കാലിന്റെ എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ്, കാല് ശരിയാക്കാൻ എന്തോ വന്നതാണ്. അപ്പം കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് കണ്ണും പിടിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ വയ്യ, റോഡിൽ നിൽക്കുക, കൂടെ ആരുമില്ല. അപ്പോൾ ഞാൻ ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് പുറത്തോട്ട് വന്നു. ഇവരോട് ചോദിച്ചു ഞാൻ വരണോ? അപ്പം ഭയങ്കര ചമ്മലോട് പറഞ്ഞു വേണ്ട, ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു ഞാൻ വരാൻ, എനിക്ക് കുഴപ്പമില്ല. അവിടെ ചെന്നിട്ട് ഈ സ്ത്രീയുടെ കൂടെ വരാൻ ആരുമില്ല. ഞാൻ അവരുടെ ബസ്സിൽ കയറി ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഇവരെ അവിടെ ഇരുത്തിയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു. അപ്പൊ ഇവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇത് ഇതുവരെ എന്റെ വീട്ടിലോ എന്റെ കൂട്ടുകാർക്കോ ഇതൊന്നും അറിയത്തില്ല. നമ്മൾ എന്തിനാണ് പുറത്ത് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്? നമ്മൾ പറയാതെ ചെയ്യുക, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ മോട്ടീവ്. അതായിരിക്കണം, അതാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ മനുഷ്യനാക്കുന്നത്. Why should we care for the society? അമൃത, ഒന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബഹുമാനം പറയട്ടെ. അതായത് അമൃത എന്ന് ചെയ്യുന്നതിന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നതല്ല തന്നെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുതം, കാഴ്ചയില്ലാത്തവന് ഒരു കൈവീശി കാഴ്ച ഉണ്ടാക്കിയാൽ നമ്മൾ അതിനെ മഹാത്ഭുതമായിട്ട് കണക്കാക്കും. ഇവിടെ അമൃത ഇത് ആ സ്ത്രീയുടെ കൂടെ അവിടെ പോയില്ലെങ്കിൽ കൂടെ പോകാൻ ആളില്ലാത്ത ഒരാളിന് കണ്ണാശുപത്രിയിൽ പോയിട്ട് ചികിത്സ കിട്ടാൻ പറ്റുമോ? നടക്കില്ല. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ യുവതിയെ പോലെ അവര് 4 വർഷം ബ്ലൈൻഡായിട്ട് കഴിയേണ്ടി വന്നു. കൂടെ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളില്ലാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതിന്റെ കൂടെ അമൃത ഒരു കാര്യം കൂടെ പറയും. അമൃത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമൃതയുടെ ആത്മധൈര്യം
എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ചിലരുടെ ധൈര്യക്കുറവുണ്ടെങ്കിൽ അമൃത അവരെ ഒന്ന് കൈപിടിച്ചു കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടെ ധൈര്യം പകർന്നു. ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം വരില്ല. ധൈര്യമില്ലാത്തത് എന്നെ ഒരു പേടിത്തൊണ്ടനായത് എൻ്റെ ബേസിക് ജനറ്റിക് നേച്ചറായിരിക്കും, അല്ലെ ഞാൻ വളർന്ന സർക്കംസ്റ്റൻസിന്റെ ഭാഗമായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരുപോലെ ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ അവരെ കുറ്റപ്പെടുത്തി കാണാതെയോ കുറച്ച് കാണാതെയോ കുറച്ചുകൂടെ അവരുടെ ഒന്ന് കൈ പിടിച്ചു കൊടുത്താൽ അവർക്ക് ധൈര്യം പകർന്നു. അമൃതയുടെ ഒരുപാട് ധൈര്യമുണ്ട്. കുറെ പേർക്ക് ഒന്ന് കൈപിടിച്ച് ധൈര്യം കൊടുക്കാൻ അവസരം ഉണ്ടാകട്ടെ. ഒരു ചെറിയ കാര്യമല്ല ചെയ്തത്, ഒരുപാട് ബഹുമാനമുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ടാക്കുക, ഈ ആരും അറിയാതെ നന്മ ചെയ്യുന്നതിൽ ഒരു നൊബിലിറ്റി ഉണ്ട്, ഒരു സംശയം, ഒരു മഹാത്മ്യം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ വേറൊരു രീതിയിൽ ആലോചിക്കാനുണ്ട്. അമൃതയുടെ ക്ലാസ്സിൽ ഇതുപോലെ ചിന്തിക്കുന്ന 3 പേര് കൂടെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പങ്കുവയ്ക്കുക. ഞാൻ ഇങ്ങനെ ഒരു അമ്മച്ചിക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തു, ഇതുപോലെ ഒരുപാട് പേരുണ്ട്, നമുക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ വല്ലതും ചെയ്യാൻ ഒക്കില്ലോ എന്ന് തോന്നിയാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഒരു തിരി കത്തിച്ചു വെച്ചു, നിങ്ങൾ ഒരാൾക്ക് വെളിച്ചം കൊടുത്തു. പക്ഷെ ആ തിരിയിൽ നിന്ന് കത്തിക്കാൻ വേറൊരു 10 പേർക്ക് കൂടെ അവസരം കൊടുത്താൽ എന്തുമാതിരി വെളിച്ചമാണ് ഉണ്ടാവുക. അത് എല്ലായ്പ്പോഴും സക്സീഡ് ചെയ്യണമെന്നില്ല. തിരി അണഞ്ഞു പോകാം, കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും കത്തിക്കുക, അത്രയേ ഉള്ളൂ. റെസിസ്റ്റൻസ് ആണ് വലിയൊരു പാഠം. ഇനി ആരാണ് പറയുന്നത് അഭിപ്രായം? നെക്സ്റ്റ് 3 മിനിറ്റ് കൂടെ ഉള്ളു. വേഗം. ബാബു ഭയങ്കര സ്ട്രിക്റ്റാ. കറക്റ്റ് 11:30 കഴുത്തിന് പിടിച്ച് കൊടുക്കാം. നമസ്കാരം സാർ. നമസ്കാരം അനീഷ്. ആദ്യം തന്നെ പറയട്ടെ, സാറിന്റെ ക്ലാസ് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടു. സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ മനസ്സിലുണ്ടായിരുന്ന പല സംശയങ്ങൾക്കും സാർ ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കാതെ തന്നെ അതിനൊക്കെ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പല വീടുകളിലും ഈ വയസ്സായ ആൾക്കാരുടെ മാനസിക ആരോഗ്യത്തിന് ഒട്ടും കെയർ നൽകുന്നില്ല. അങ്ങനെ എന്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അവരുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ പെട്ടെന്ന് മരിച്ചതിന് ശേഷം അവരുടെ ഹെൽത്ത് വളരെ അധികം ഡീറ്റീറിയേറ്റ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പുറമെ വേറെ യാതൊരു അസുഖവും ഉണ്ടായിരിക്കില്ല, മാനസികമായി അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. ചിലർ വീടുകളിൽ തന്നെ ഇപ്പം 2-3 വർഷമായി കഴിഞ്ഞുകൂടുന്നു. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. എന്നാൽ അവർക്ക് മാനസികമായ ഒരു പിന്തുണ വേണമെന്ന് ആ വീട്ടുകാർക്കും ആർക്കും തോന്നുന്നില്ല. അതേസമയം അവർക്ക് അങ്ങനെ ഒരാളുടെ സഹായം ആവശ്യമാണ്, കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന് വന്നാൽ നമ്മൾ എന്തോ മോശമായ ഒരു കാര്യമാണ് അവരോട് അഭിപ്രായപ്പെടുന്നതെന്ന് അവർക്ക് തോന്നാറുണ്ട്. പലപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റിനെയോ മറ്റോ കൺസൾട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഭ്രാന്തായ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ചില ഐഡിയാസ് ആണ് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മുടെ പാലിയേറ്റീവ് കെയർ അതിന്റെ സമീപനം എങ്ങനെയാണ് സർ? ഇല്ല, അവരെയാണ് അവർക്ക് വേണ്ടത് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ പലപ്പോഴും ഇപ്പോ നമ്മൾ ഒരു ഹോം വിസിറ്റിന് പോകുന്നു, അവരെ ആഴ്ചയിൽ ഒരിക്കൽ പോയി നോക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. അതേസമയം ആ കുടുംബാംഗങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ അവിടെ പിന്നെ കയറാനും ഒക്കില്ല. അവിടെ നമ്മൾ ചെയ്തു തുടങ്ങും. വാസ്തവത്തിൽ അനീഷ് ഒരുപാട് കാണാറുണ്ട്. അതായത് വളരെ നെഗ്ലക്ട് ചെയ്ത് കിടക്കപ്പെടുന്നവർ നമ്മൾ പോയി ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ കുറെ അധികം ഫാമിലീസിൽ അവരുടെ തന്നെ കെയർ വ്യത്യാസമുണ്ട്. അവര് തന്നെ ഒന്ന് അടുത്ത ആഴ്ച അവർ വരുമ്പോഴത്തേക്കും അമ്മച്ചി ഇച്ചിരൂടെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കണമല്ലോ എന്നെങ്കിലും വിചാരിക്കും. അതിനപ്പുറവും ഇവര് ഇത്രയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എവിടെയോ ഉപബോധ മനസ്സിൽ തോന്നിയിട്ടാവും അവരുടെ ശ്രദ്ധ ഒരല്പം കൂടെ കൂടാറുണ്ട്. നമുക്ക് സ്നേഹം കൂടുതൽ കൊടുക്കുകയും അതിൽ നിന്ന് ചിലപ്പോൾ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് ഡിഫ്യൂസ് ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും മാത്രമേ ഒക്കൂ അനീഷ്. എല്ലാവരും അതിൻ്റെ മുഴുവൻ കാണണമെന്നില്ല. നമ്മൾ നോക്കേണ്ടത് അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അതുപോലുള്ളവർ കാണുമെന്ന് തിരിച്ചറിയും. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള പ്രിയപ്പെട്ടവർ അവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? മിക്കവാറും ഒന്നും അറിയുന്നുണ്ടാവില്ല. മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ
അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരും എന്ന് ചോദിച്ചാൽ അപ്പോൾ പുറത്തു വരും അവർ വളരെ വിലപ്പെട്ടതായിട്ട് മനസ്സിൽ കരുതിയിരുന്ന ഒരുപാട് പാട്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക, പറ്റിയാൽ കുറെ പേരെ കൂടെ കൂട്ടുക, ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ ഒക്കുവാനും പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവും സൊസൈറ്റിയിൽ. ആ ചേഞ്ച് ഉണ്ടാവുന്നത് ഒരുപാട് ദശവർഷങ്ങളുണ്ടായി. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് മഹാത്മാഗാന്ധിക്ക് തന്നെ ഒരു ലൈഫ് ടൈം മുഴുവൻ ശ്രമിച്ചിട്ട് എത്രത്തോളം ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റിയെന്ന് നമുക്കറിയാമല്ലോ. മുഴുവൻ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷെ എത്രയോ മാറി. നമുക്ക് ഒക്കുന്നത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാബു, എൻ്റെ സമയം കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇവരെല്ലാം ഇങ്ങോട്ട് ഒരുപാട് പേര് എന്നോട് സംസാരിച്ചതുകൊണ്ടും പെട്ടെന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയതുകൊണ്ടും എനിക്കിന്ന് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു 10 വയസ്സ് പ്രായവും പറഞ്ഞു. അപ്പോൾ എനിക്കെല്ലാം കുറച്ച് യൗവനം തിരിച്ചു തന്നതിന് നന്ദി. വീണ്ടും കാണാം. താങ്ക് യു സർ. ഇന്ന് ചെയ്യുന്നതെന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ചോദിക്കാവുന്നതാണ്. അന്നം ബ്രഹ്മമാണ്, ജീവനും ബ്രഹ്മമാണ്. ഓരോ ജീവനും ബ്രഹ്മത്തിന്റെ തന്നെ അംശമാണ്. സഹജീവി നമ്മുടെ തന്നെ ഭാഗമാണ്. സഹജീവിയുടെ വിഷമാവസ്ഥകളിൽ സഹയാത്രയുടെ പൊരുൾ അതാണ്. സ്നേഹത്തിന്റെ ഉരുള വയറിനു മാത്രമല്ല മനസ്സിനുമുള്ളതാണ്. വയ്യാതാവുന്നു എന്നറിയുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായാണ്. രോഗങ്ങളുടെ ദുരിതപർവം വലുതാണ്. പുരപ്പുറത്തു നിന്ന് വീണ് കിടപ്പിലായവർ, തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായവർ എന്നിങ്ങനെ വീഴ്ചയിൽ വീണവരുടെ സംഖ്യ കൂടി വരുന്നു. സാന്ത്വനത്തിന്റെ പുതിയ അധ്യായങ്ങൾ വിരചിക്കപ്പെട്ടു കഴിഞ്ഞു. വേദനയും വിഷാദവും പരിചരണത്തിന്റെ ഉയർന്ന ഗുണനിലവാരമുള്ള സ്ട്രോയിലൂടെ ഊറ്റിക്കളയുന്നവർ രോഗിയുടെ യാതന കുറയ്ക്കുന്നു. അവരുടെ കുടുംബത്തിന് സാമ്പത്തികവും സാമൂഹ്യവും ആത്മീയവുമായ പിന്തുണ ഉറപ്പാക്കുന്നു. ചികിത്സയുടെ അതിരുകൾക്കപ്പുറത്തുള്ളവരെ കൂടി കണക്കിലെടുത്താണ് സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയർ. അതിന്റെ പ്രയോഗ ഗവേഷണ സാധ്യതകൾ അന്വേഷിക്കുന്ന ദേശീയ സംഘടനയാണ് പാലിയം ഇന്ത്യ. പാലിയം ഇന്ത്യയുടെ ആരോഗ്യ പ്രവർത്തകർ വയലുകളും കാട്ടുവഴികളും പിന്നിടുന്നത് ബില്ലെഴുതാനല്ല. അതൊരു മഹത്തായ മനോഭാവത്തിന്റെ പ്രയോഗത്തിൽ നിന്നും സ്വാഭാവികമായി ഉരുത്തിരിയുന്നതാണ്. പാലിയേറ്റീവ് കെയർ രോഗത്തെ നിഷേധിക്കലല്ല, ശാസ്ത്രീയമായി തന്നെ രോഗത്തെ അപഗ്രഥിച്ച് ചികിത്സ ഉറപ്പുവരുത്തുകയാണ്. അവസാനകാല ചികിത്സയല്ല പാലിയേറ്റീവ് പ്രവർത്തനം, അതും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് മാത്രം. വേദനിക്കുന്നവനെ നിഴല് പോലെ പിന്തുടർന്ന് സഹായിക്കലാണ് സാന്ത്വന ചികിത്സ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് തീർച്ചയായും ഒരു തുടർ ചികിത്സയാണ്. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ. അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് പാലിയം ഇന്ത്യ. തിരുവനന്തപുരം ആസ്ഥാനമായ പാലിയം ഇന്ത്യക്ക് മണിപ്പൂർ, മിസോറാം, ആന്ധ്രാപ്രദേശ്, UP തുടങ്ങി പല സംസ്ഥാനങ്ങളിലും സജീവമായ വേരോട്ടമുണ്ട്. അഖിലേന്ത്യാ തലത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികളിലും നാർക്കോട്ടിക് റെഗുലേഷൻസ് ലഘൂകരിക്കാനുള്ള പ്രവർത്തനങ്ങളിലും പാലിയം ഇന്ത്യ സജീവ പങ്കുവഹിക്കുന്നു. 79 വയസ്സുവരെ ഒരു രോഗവും ബാധിക്കാത്ത അച്ഛനെ അവസാനം ബാധിച്ചത് ക്യാൻസറായിരുന്നു. തീവ്രമായ വേദനയിൽ പുളയുന്ന അച്ഛനെ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ വളരെ സൂക്ഷ്മമായ ചികിത്സാ രീതിയിൽ ആ രോഗത്തെ അല്ലെങ്കിൽ ആ വേദനയെ ശമിപ്പിക്കാനുള്ള ഒരു രീതി അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നുള്ളതാണ്. അതായത് വേദനയെടുത്ത് പൊളയുന്ന അച്ഛനെ ഒരു സെക്കൻഡിൽ ആ വേദന ഇല്ലാതാക്കുകയും കുറച്ച് കഴിഞ്ഞ് അച്ഛൻ കഴിയുന്നത്ര രീതിയിൽ നമ്മളോടൊക്കെ മക്കളൊക്കെ വിളിക്കുമ്പോൾ പ്രതികരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വെന്റിലേറ്റർ പോലെയുള്ള യന്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് എല്ലാ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ നോക്കി നിൽക്കവേ അച്ഛനെ ശുശ്രൂഷിക്കാനും അച്ഛനെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഞങ്ങളോട് പ്രതികരിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ
തീർച്ചയായും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്. ഒരു പൂ വിരിയുന്നത് പോലെ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒന്നറിയുക, നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഒറ്റയ്ക്കല്ല. നിഴൽ പോലെ ഒരു സന്നദ്ധ സംഘം നിങ്ങളോടൊപ്പമുണ്ട്. കഫക്കെട്ടും കണ്ണീരും ആവലാതികളും ഒപ്പിയെടുക്കാൻ. Donations to Pallium India are exempted from income. നമുക്ക് കുറച്ചുകൂടെ ഒരു നോളജ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ആ വീഡിയോയിലൂടെ. ഇനി എന്തെങ്കിലും നമുക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് നിർദ്ദേശങ്ങളോട് നമ്മുടെ ആക്ടിവിറ്റി രാജലക്ഷ്മി രാവിലെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനകത്തിലേക്ക് കണക്കാക്കപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് ഡേയിൽ നിങ്ങളൊരു ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അതിനു മുമ്പേ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചു. എന്നുവെച്ചാല് നമ്മുടെ ഈ പാലിയേറ്റീവിന്റെ ഈ 6 ദിവസത്തെ ക്യാമ്പ് ഇതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് ഉള്ള നോളജ് അത് അവരവരുടെ യൂണിറ്റിലെ NSSലൂടെ പ്രവർത്തിക്കുകയാണോ, അതോ നമുക്ക് പാലിയേറ്റീവിന്റെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിന്റെ കീഴിൽ ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കാം? അതെങ്ങനെയാണ് അതിന്റെ രീതി? എന്തായാലും നമ്മുടെ ഈ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ അവസാന ദിവസങ്ങളിൽ നൽകുമെങ്കിൽ പോലും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കോളേജിലുള്ള NSSന്റെ പാലിയേറ്റീവ് കെയർ ക്ലബ്ബുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുറത്തും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങളുടെ സമൂഹത്തിൽ പങ്കുവെക്കുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. കൂടുതലും ഇത് നമ്മൾ ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലും നമ്മൾ 2 രീതിയിലും പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാം, അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലുള്ള NSSന്റെ പാലിയേറ്റീവ് കെയർ ക്ലബ്ബുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ക്ലിയർ? ആനന്ദ്, ഒരു ഡൗട്ട് ഉണ്ട് സാർ. നമ്മളിപ്പോ നമ്മുടെ ഈ പഠിക്കുന്ന കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് പാലിയേറ്റീവ് കെയർ നമ്മുടെ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിലെ ടീം അംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ടെക്നിക്കലായിട്ട് ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, ട്രെയിനിങ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ടീമാണ് നമുക്കുള്ളത്. അതായത് മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നാണ് നമ്മുടെ ടീമിനെ അറിയപ്പെടുന്നത്. നമ്മൾ എല്ലാവരും കൂടെ കൂടുതലായിട്ട് ഇതിനകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കൂടുതലും നിങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, നഴ്സസ് ആയിരിക്കാം, സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് നൽകാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻസ് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഡിഗ്രിയൊക്കെ കഴിയുന്ന സമയത്ത് ഒന്നെങ്കിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ലൈക്ക് നമ്മുടെ MSW നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫിസിയോതെറാപ്പി ഇനിയും ഡിഗ്രി ലെവൽ കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ ഫിസിയോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ കുറെ രീതിയിൽ നമുക്ക് ഇതിനകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആസ് എ വോളണ്ടിയർ ആയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം.